അഹന്ത കുറഞ്ഞിട്ടില്ല ഈ ജന്തുക്കൾക്ക്. ഇവറ്റകളെ കൊന്ന് ചുടുകാട്ടിൽ തളർത്ത പ്രഭു. അതിനു മുൻപ് അറിയാൻ ചിലതുണ്ട് ബാക്കി. ഇവൾക്ക് ജനിക്കുന്ന മക്കളിൽ ഒരുവൻ കംസന്റെ ഘാതകനാകുമെന്ന് പ്രവചനമുണ്ടായി. അതുകൊണ്ട് ഇവള് പെറ്റുകൂട്ടിയ ഒന്നിനെ പോലും ഞാൻ ജീവനോടെ വിട്ടില്ല. പക്ഷേ മധുരാപുരിയിലെ ക്ഷാത്രസിംഹമായ കംസന്റെ കരുത്തറുക്കാൻ ഇവളുടെ വയറ്റിൽ ഒരസുരവിത്ത് ജന്മം കൊണ്ടു. കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ. പറയടി ഉരുൾപ്പെട്ടവളെ, ആ മുടിഞ്ഞ ജന്മത്തെ പെറ്റു വളർത്തി നീ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു? പറയാൻ. നിന്റെ ഹിംസയെ തോൽപ്പിച്ചുകൊണ്ട് അതൊരു ജീവനില്ലാത്ത ജഡമായി പിറന്നു. ആ അടഞ്ഞ കണ്ണുകളും തുറക്കാത്ത ചുണ്ടുകളും നിന്നെ മുച്ചോട് ശമിക്കുന്നതായി എനിക്ക് തോന്നി. ഈ പെറ്റ വയറിന്റെ നിലവിളിയും തോരാത്ത കണ്ണുനീരും ശാപവിലാപമായി നിന്റെ ശിരസിനെ ലാക്കാക്കി ഒരു നാൾ പാഞ്ഞു വരും. ഓർത്തോ നീ? ജീവിതത്തിലെ എല്ലാ ആശകളും കൈവിട്ട ഞങ്ങളെ നിനക്ക് കഴുത്ത് ഞെരിച്ച് കൊന്നുകൂടെ? കൊല്ലാതെ കൊല്ലും. അറിയുന്നുണ്ട് ദുരന്ത വൃത്താന്തങ്ങൾ. കംസൻ അങ്ങ് ദ്വാരകയിൽ ഒരു കാലിച്ചെറുക്കൻ മധുരയുടെ ക്ഷാത്രവീര്യത്തെ ഉന്മൂലനം ചെയ്യാൻ കരുത്താർജിക്കുന്നു. ആ കരുത്ത് നിന്റെ പൊക്കിൾക്കൊടിയിൽ നിന്ന് മുറിഞ്ഞുപോയ അസുരവിത്താണ് കൃഷ്ണൻ. അതെ, അവൻ വരും. ഈ ത്രിലോകങ്ങളെയും എടുത്ത് അമ്മാനമാടി ഒരു കൊടുങ്കാറ്റ് പോലെ യാദവരുടെ പ്രതിനിധിയായി അവൻ മധുരയിലെത്തും. മതിയടാ ചണ്ടാല, ഞാനും അവനെ കാത്തു നിൽക്കുകയാണ്. അവന്റെ കഴുത്തറുത്ത കബന്ധം വിറക് കൊള്ളിയിൽ നീ ദഹിപ്പിക്കുന്നത് കാണാൻ. അവന്റെ ശവദാഹത്തിന് നീ പിണ്ടപുരുട്ടുന്നത് കണ്ടിട്ടേ ഞാൻ നിന്റെ ജീവൻ എടുക്കൂ. ഇവറ്റകളെ കാറ്റും വെളിച്ചവും കണക്കാത്ത ഇരുട്ടറയിട്ട് അടയ്ക്ക്. ഒരു തുള്ളി കുടിനീര് പോലും കൊടുക്കരുത്. കൊണ്ടുപോ എന്റെ കൺമുന്നിൽ നിന്ന്. സഹോദരന്മാരുടെ ജീവനെടുത്ത് ഈ മഹാപാതകി നിന്റെ സ്വന്തം അമ്മയെ നിന്ദിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? ജന്മം നൽകിയ ഒരു പൊന്നോമനയെ പോലും ലാളിക്കാൻ അനുവദിക്കാത്ത ഒരു നിഷ്ഠൂര പർവ്വതം മധുരയിലെ അരിമക്കിടാങ്ങളെ ഒന്നടങ്കം കഴുത്തെറുക്കുന്ന നിലവിളി നീ കേൾക്കുന്നില്ലേ? കുഞ്ഞേ, ജന്മം നൽകിയ ഈ വൃദ്ധജന്മങ്ങളെ ആഞ്ഞു തൊഴിക്കാൻ കംസനെ നീ ഇനിയും അനുവദിക്കരുത്. 1 കോടി യുദ്ധവീരന്മാർ, 8 ലക്ഷം രഥശാഖികൾ, അത്രയും തന്നെ ഗജ പോരാളികൾ, 32 ലക്ഷം കാലാൾപ്പട. അവർക്ക് നടുവിൽ മധുരയുടെ ക്ഷാത്ര ശൗര്യം സുരക്ഷിതമാണ്. അടിപ്പുരയ്ക്കൽ കാവൽ നിൽക്കുന്നത് മതയാനെ പോലെ മുക്രയിടുന്ന ഒരു പോരുകാള. ഇത്ര സുശക്തമായ കാവലുണ്ടായിട്ടും ഇന്നലെ കണ്ട ആ ദുരന്ത സ്വപ്നം, ഇന്നലെ എന്റെ മനസ്സിനെ കീഴടക്കിയ ആ മരണത്തിന്റെ കറുത്ത നിഴലുകൾ. അതെ, മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു. കണ്ണുകൾ അടയുമ്പോൾ മരണം മുന്നിൽ വന്ന് നൃത്തം ചവിട്ടുന്നത് പോലെ, അരുതാത്ത ദുസ്വപ്നങ്ങളും ദുർവിഘ്നങ്ങളും എന്നെ അലട്ടുന്നത് പോലെ. ഒരിക്കലും പുരുഷസിംഹമായ അങ്ങ് ഇങ്ങനെ പതറുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങ് ഈ മധുര സാമ്രാജ്യത്തിന്റെ ധീരനായ സർവാധിപതിയാണ്. അങ്ങ് ആരെയാണ് ഭയക്കുന്നത്? യാദവനായ ഒരു കാലിച്ചെറുക്കനെ, കാലികളെ തെളിച്ചു നടക്കുന്ന ഒരു പീറച്ചെറുക്കനെ. അങ്ങ് വിഡ്ഢിത്തം പുലമ്പരുത്. ഈ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു. ഈ മനസ്സ് കുളിർപ്പിക്കാൻ തുടങ്ങാം അല്ലേ അസ്തി? നൃത്തം കൂട്ടിന് മധുര നിവാസികളെയും വിളിക്കാം അല്ലേ?
നീ? യദുകുലനാഥൻ. ഞാൻ അമ്പാടിയിൽ നിന്ന് വരുന്നു. ഈ വരവിന്റെ ഉദ്ദേശം? ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടണം. അതിന് ഞാൻ ജന്മം കൊടുക്കും. കാലിയെ മേച്ച് നടക്കുന്ന ചണ്ടാളനായ നീ കാലിയെ മേയ്ക്കുന്ന ചമ്മട്ടിയും അധർമ്മത്തിനെതിരെ പടവാളാകും. ധർമ്മ സംസ്ഥാപനാർത്ഥം ഞാൻ മഹാവിഷ്ണുവിൽ നിന്ന് ഉത്ഭവിച്ച് ദ്വാപരയുഗത്തിന്റെ സംരക്ഷകനായി തീർന്നിരിക്കുന്നു. നീ എന്റെ ഘാതകനാണ്, കംസഘാതകൻ. അങ്ങെന്റെ നേരമ്മാവനാണ്. ഈ പ്രപഞ്ചത്തെക്കാൾ ഏറെ ഞാൻ ആദരിക്കേണ്ടവൻ, പിതൃതുല്യൻ, വന്ദിക്കപ്പെടേണ്ടവൻ. എന്നാൽ നിന്ദിക്കപ്പെടാനാണല്ലോ വിധി. എനിക്ക് മുകളിൽ എന്റെ 7 ജ്യേഷ്ഠന്മാരെ നിഷ്കരുണം വധിച്ച് എന്റെ പിറവിയെ ഭയന്ന് മധുരയിലെ ലക്ഷോപലക്ഷം കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത മധുരാപുരിയിലെ സ്വേച്ഛാധിപതിയായ ക്ഷാത്രവീര്യൻ. മതിയടാ നിന്റെ തത്വപ്രസംഗം. എന്റെ മാതാപിതാക്കളെ അതിക്രൂരവും പൈശാചികവുമായി തടവിലടച്ച് കാലനേമിയുടെ അവതാര പുരുഷനായ ഈ അസുര ചക്രവർത്തിയെ കൃഷ്ണൻ ഏത് കണ്ണിലൂടെയാണ് നോക്കിക്കാണേണ്ടത്? മധുരാനിവാസികൾ ഒന്നടങ്കം അങ്ങയുടെ സ്വേച്ഛാധിപത്യത്തിന് കീഴിൽ വീർപ്പ് മുട്ടിക്കഴിയുമ്പോൾ ധർമ്മിഷ്ഠനായ കൃഷ്ണൻ ആരുടെ പക്ഷത്ത് നിൽക്കണം? നേരമ്മാവന്റെ പക്ഷത്തോ അതോ അധർമ്മിയെ നിഗ്രഹിക്കാനുള്ള പക്ഷത്തോ? അപ്പോൾ നീ എന്നെ കൊല്ലാനാണ് വന്നത്? എന്റെ ജനനത്തിനു മുൻപ് അത് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു കംസ. ദേവകിയുടെ ഉദരത്തിൽ പിറക്കുന്ന ഒരാൾ, ആ ഒരാൾ കംസനെ വധിക്കും. കാലം കരിമഷി കൊണ്ട് എഴുതിയ ആ പ്രവചനത്തിന്റെ നാന്ദി ഇന്ന് കുറിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഈ നിമിഷത്തിൽ. കീടമേ, അമാനുഷിക ശക്തിയുള്ള കംസൻ ഒരു സാമ്രാജ്യത്തിന്റെ ശക്തിയാണ്. ഞാൻ ഈ ലോകത്തിന്റെ ശക്തിയും. കംസന്റെ മുന്നിൽ ഒരു കാലി ചെറുക്കൻ ശക്തി തെളിയിക്കാൻ വന്നിരിക്കുന്നു. അതെ, നേർക്ക് നേർ നിന്നെ പോരിന് വിളിക്കാൻ വന്നതാണ് കൃഷ്ണൻ. കംസൻ നിന്നെ ഭയന്ന് ഓടി ഒളിക്കുമെന്ന് നീ കരുതിയോ? നിന്റെ ഗളച്ഛേദത്തിന് കംസൻ തയ്യാറാണ്. പക്ഷേ നിരായുധനോട് കംസൻ പോർവിളി നടത്തില്ല. ഇതാ ഈ ലോകം മുഴുവൻ ഞാൻ നിന്നെ തിരഞ്ഞു നടന്നു. രാജർഷികളുടെ പ്രവചനം സത്യമാകുന്ന ബ്രാഹ്മമുഹൂർത്തമാണിത്. കംസവധം. കംസന്റെ ചോര പുരണ്ട കൈകൾ നിന്റെ വാർമുടിയെ തലോടുമ്പോൾ നിന്നെ നേർക്കൊന്ന് കാണണമെന്ന് ഞാൻ മനസ്സിൽ കുറിച്ചു. വന്യ ഗുരുശ്രേഷ്ഠന് എന്റെ പ്രണാമം. ദുഷ്ടനും ക്രൂരനുമായ കംസനെ കൊന്നു നീ മധുരാപുരിയെ രക്ഷിച്ചു. നീ ദേവകൽപ്പന പരിപാലിച്ചു. നിന്റെ ജന്മകാരണം നീ ഈ ലോകത്തെ അറിയിച്ചു. മധുരാപുരി ഇന്ന് നിന്നെ വാനോളം പാടിപ്പുകഴ്ത്തുകയാണ്. നിനക്കുമേൽ പുഷ്പവൃഷ്ടികൾ ഉണ്ടായി. നീ കീർത്തിമാനും വാഴ്ത്തപ്പെട്ടവനുമായി. എന്നാൽ നീ നിന്റെ ഗുരുവിന്റെ ഹൃദയത്തിലെ വേവും ചൂടും അലറുന്ന കടൽക്ഷോഭവും കണ്ടില്ല. ഭവാനെ, അവിടുന്ന് അറിവിന്റെ നാരായവും ധ്യാനത്തിന്റെ മഹാമന്ത്രങ്ങളും ആയോധന കലകളുടെ മർമ്മവും പറഞ്ഞു തന്ന എന്റെ ഗുരുശ്രേഷ്ഠനാണ്. ഗുരുശ്രേഷ്ഠൻ. ഗുരുചരണങ്ങളിൽ നിന്ന് ശാസ്ത്രവും വേദങ്ങളും ആയോധന കലകളും സ്വന്തമാക്കി പടിയിറങ്ങുമ്പോൾ നീ എനിക്ക് തരാമെന്ന് വാക്ക് തന്ന ഭിക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ കുഞ്ഞ്. ഒന്നും ഞാൻ മറന്നിട്ടില്ല ഭവാൻ, ഒന്നും. കണ്ണുനീർ വീണ് കുതിർന്ന എന്റെ ഭിക്ഷാപാത്രത്തിൽ നീ ദാനമായി നൽകാമെന്ന് പറഞ്ഞ എന്റെ കുഞ്ഞെവിടെ? അത് ഞാൻ ഓമനിച്ച് കൊതി തീരാത്ത എന്റെ കുഞ്ഞ് 7 കടലുകളും താണ്ടി 7000 കരകളും ചുറ്റി പുണ്യജന കപ്പലിലെത്തിയ കടൽ കൊള്ളക്കാർ നിർദ്ദയം തട്ടിക്കൊണ്ടുപോയി. എന്നിൽ നിന്ന് പറിച്ചെടുത്തു കൊണ്ടുപോയ എന്റെ പൊന്നോമനയെ വീണ്ടെടുത്ത് തരാമെന്ന് നീ വാക്ക് പറഞ്ഞതാണ്. ആ വാക്ക് തെറ്റിച്ച് നീ എന്നെ നിന്ദിച്ചു. വേദശാസ്ത്രങ്ങൾ ഉരുക്കൊഴിച്ചു തന്ന ഗുരുവിനെ വഞ്ചിച്ചു. ഈ കടുത്ത അനീതിക്ക് ഞാൻ നിന്നെ ശപിക്കുകയാണ്. എന്റെ ഉഗ്രശാപത്താൽ നീ കത്തിയെരിയാൻ പോകുന്നു കൃഷ്ണ. പുത്രദുഃഖത്തിന്റെ വേദനയിൽ നീര് ദഹിച്ച സാന്ദീപനി, ഉച്ചിയിൽ ചേർത്ത് പിടിച്ച മുഷ്ടിയും വിറയാർന്ന അധരങ്ങളുമായി നീ
ശപിക്കുന്നു. അരുത്. കൃഷ്ണൻ വാക്ക് പാലിച്ചിരിക്കും. ഉടൻ അങ്ങയുടെ ഭിക്ഷ അങ്ങയ്ക്ക് ലഭിച്ചിരിക്കും. ഇത് സത്യം. നല്ല ചേലും വീറുമുള്ള ഒരു പൈതൽ 7 കടലുകൾക്കപ്പുറത്തെ വിശാഖ ഗ്രാമത്തിൽ കുട്ടികളില്ലാത്ത ആ കിഴവൻ സെമിന്താറിന് 3 കുതിരപ്പവൻ ഇവന് ദുർലോഭ കച്ചവടമാക്കാം. ആറ്റുനൂറ്റ് വളർത്തിയ എന്റെ പൊന്നുണ്ണിയ ഞങ്ങളുടെ ആശയം അഭിലാഷവും അവൻ. നാളെ എന്റെ വേദസൂക്തനം പഠിച്ച് ഈ ഗ്രാമം പരിപാലിക്കേണ്ട ഞങ്ങളുടെ പൊന്നും കൂടം കൊണ്ടുപോകരുത്, കൊണ്ടുപോകരുത്. ഹൃദയം തകർന്ന അവന്റെ അച്ഛന്റെ നെഞ്ചിൽ ചവിട്ടി എന്റെ പൊന്നുണ്ണിയെ കൊണ്ടുപോകരുത്. എങ്കിലെടുക്ക് 3 കുതിരപ്പവൻ. അത്രയും തന്നാൽ ഇതിനെ വലിച്ചെറിഞ്ഞു തന്നേക്കാം. ഈ കാല് പിടിക്കാം. ഓമനിച്ച് കുടി തീർന്നിട്ടില്ല. പെറ്റുവയറിന്ന് പറിച്ചോണ്ട് പോകരുതേ. കിളവാ, പണമുണ്ടോ നിന്റെ കയ്യിൽ? ദുട്ട് ദുട്ട് ദുട്ട്. എന്റെ തപവും വരപ്രസാദങ്ങളും എല്ലാം ഞാൻ ഈ കാഴ്ചവട്ടിൽ കാഴ്ചവെക്കാം. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകരുത്. ആ നിലവിളി കേട്ടില്ലേ? ഒരു പൊന്ന് കരയ. പെറ്റുവയറിന്റെ കേണപേക്ഷയാ. എന്റെ കുഞ്ഞിനെന്താ? പഞ്ചജനൻ എന്ന് നീ കേട്ടിട്ടുണ്ടോ? കടൽ കൊള്ളക്കാരുടെ നേതാവാണ് ഞാൻ. ഒന്നും കൊലവിളിച്ചും നേടിയ സമ്പത്തുകള് ആ പായ്ക്കപ്പൽ നിറയെ. ഓരോ ഗ്രാമവും ചുട്ടരിച്ചും എല്ലാം കൊള്ളയടിച്ചും കിട്ടുന്നവനെ അടിമയാക്കി വിറ്റും പഞ്ചജനൻ കടലിലും കരയിലും തേർവാഴ്ച നടത്തുന്നു. ഇന്ന് ഈ കുടിലിൽ നിന്ന് കിട്ടിയ ഇവനും പഞ്ചജനന്റെ കപ്പലിലെ ധനമാണ്. അങ്ങനെ എന്റെ പ്രാണനെ അവൻ നിഷ്കരണോ അപഹരിച്ചു കൊണ്ടുപോയി. എന്റെ മാറത്തടിച്ചുള്ള നിലവിളിയോ എന്റെ വിലാപങ്ങളോ അവൻ കേട്ടില്ല. മുന്തു വിടഞ്ഞു കരഞ്ഞ അവന്റെ അമ്മയുടെ മുറവിളികളോ സങ്കടങ്ങളോ അവൻ കണ്ടില്ല. കൊണ്ടുപോയി, കൊണ്ടുപോയി. കടലിന്റെ ആഴങ്ങളിലൂടെ ഞങ്ങളുടെ സ്വപ്നത്തെ കാണാമറയത്തേക്ക് വലിച്ചു വലിച്ചു കൊണ്ടുപോയി. എന്റെ പുനർദത്തൻ അമാവാസിയിലെ ഒരു കറുത്ത പക്ഷത്തിലാണ് വസന്തം പൂത്തു നിൽക്കുന്ന ഈ ഗ്രാമത്തിൽ അന്ന് ആ മൃഗീയമായ പുണ്യജന കപ്പൽ നങ്കൂരമിട്ടത്. പഞ്ചജനൻ എന്ന ക്രൂരനായ കടൽ കൊള്ളക്കാരൻ ഒരു നീതിയും കരുണയും കാട്ടാതെ എന്റെ കുഞ്ഞിനെ അപഹരിച്ചു കൊണ്ടുപോയി. കുഞ്ഞിനെ നഷ്ടപ്പെട്ട തീരാ ദുഃഖത്തിൽ അവന്റെ അമ്മ മരിച്ചു. ഈ ഗ്രാമം കരിഞ്ഞുണങ്ങി. കൃഷ്ണ, ഈ പടി കടന്നുപോയ എന്റെ വസന്തവും ഗ്രീഷ്മവും വരുന്നതും കാതോർത്ത് 2 പതിറ്റാണ്ടുകൾ ഞാൻ ഈ കടലിനെ നോക്കി നിലവിളിച്ചു. എന്റെ കണ്ണീരാ കണ്ണ ഈ മഹാസാഗരം. അതൊരു പായ്ക്കപ്പലാണ്. ഇന്ന് അമാവാസിയിലെ കറുത്ത പക്ഷമാണ്. വീണ്ടും ആ പുണ്യജന കപ്പൽ ഈ ഗ്രാമത്തിലേക്ക് ചേക്കേറുകയാണ്. ദുരന്തങ്ങളുടെ പടകുടീരം തീർക്കാൻ അവർ ഈ ഗ്രാമം കത്തിക്കും, കൊള്ളയടിക്കും. കയ്യിൽ കിട്ടിയവനെ കൊന്നും അടിമകളാക്കിയും കൊണ്ടുപോകും. നീ കേൾക്കുന്നില്ലേ കൃഷ്ണ? ഈ ഗ്രാമത്തിൽ നിലവിളി പടർന്നു പിടിക്കുന്നത്. ഭൂമിയിൽ നിന്നുയരുന്ന വിലാപങ്ങളും കരളലിയിക്കുന്ന നിലവിളികളും ഞാൻ മുറുകെ പിടിക്കുന്ന ധർമാധർമ്മങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളികളാണ്. അധർമ്മം പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ ധർമ്മം അതിനെ അഭിമുഖീകരിച്ചു നിൽക്കും. അധർമ്മികൾക്കെതിരെ ആയുധം കയ്യിലെടുക്കാനാണ് കൃഷ്ണാവതാരം. അതാ കപ്പൽ ഒരുപാട് അടുത്തെത്തി കഴിഞ്ഞു. ഇനി ഈ ഗ്രാമത്തിന്റെ നെഞ്ചിൽ ചിതകൾ ഉയരും. ആയിരങ്ങൾ ആ ചിതയിൽ കത്തിയമരും. ഇത് കണ്ടോ ഗുരുശ്രേഷ്ഠ? ഈ വലതുകരം കംസനെ കൊന്ന കൈയാണിത്. ശകടനെയും പൂതനയെയും കൊന്ന കൈയാണിത്. ഈ കൈകളിലെ കോടാനുകോടി ഹസ്തരേഖകളിൽ ധർമ്മം ഇങ്ങനെ എഴുതി കുറിച്ചിരിക്കുന്നു:
സംഭവാമി യുഗേ യുഗേ. ഇപ്പോൾ ഈ നിമിഷം പഞ്ചജനന്റെ കപ്പൽ ഈ കടൽ തീരത്ത് നങ്കൂരമിടും. എന്നാൽ അവൻ ഒരു ചുവട് ഈ ഗ്രാമത്തിലേക്ക് വെക്കില്ല. ഗ്രാമം ചുട്ടരിക്കില്ല, കൊള്ളയടിക്കുകയുമില്ല. ഈ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അവനിന്ന് ബലിയാകുന്നു. അതെ, പഞ്ചജനൻ എന്ന കടൽ കൊള്ളത്തലവന് ഞാൻ എന്റെ ശിരസ് കുറിച്ചു കൊടുക്കുന്നു. ബലിക്കല്ല്, അവന്റെ ബലിയാണ് ഞാൻ, ബലിമൃഗം. ഞാൻ ദ്വാരകയിൽ നിന്ന് വരുന്നു. ഗോകുലപാലകനാണ് ഞാൻ, കൃഷ്ണൻ. പശുക്കളെ മേയ്ക്കുന്നവന് പഞ്ചജനന്റെ പടകുടീരത്തിൽ എന്താണ് കാര്യം? കണ്ടിട്ട് നീ സാധാരണക്കാരനല്ല. വിരിഞ്ഞ മാറിടമുള്ള നീ പോർച്ചട്ട അണിയുന്നവനാണ്. വലത് കൈയിൽ ചുരിക പിടിച്ചവന്റെ കൈത്തഴമ്പും ഇടത് കൈയിൽ പരിച പിടിച്ചവന്റെ കറുത്ത മാർഗം ഞാൻ തിരിച്ചറിയുന്നു. നീ വെറുതെ വന്നവനല്ല. കഴുത്തർത്ത് തള്ളുന്നതിന് മുമ്പ് വന്ന കാര്യം പുലമ്പിട്ട് പോടാ. ക്ഷോഭിക്കരുത്. എന്റെ പിന്നിൽ സ്വച്ഛന്തമായി പരന്നു കിടക്കുന്ന ഒരു മഹാത്യാഗിയുടെ നിഷ്കളങ്കമായ ഗ്രാമത്തിലെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ എത്തിയത്. നീ ആ ഗ്രാമം ആക്രമിക്കുന്നതിന് മുൻപ് ഒരു സന്ധി സംഭാഷണം, അത്രയേ വേണ്ടു. നിനക്കെന്നെ അറിയാമോ? ഞാൻ ആരാണെന്നോ എന്റെ നിലപാടുകളെ കുറിച്ചോ എന്തെങ്കിലും അറിയാം. കടൽ കൊള്ളത്തലവൻ, ആഴിയുടെ അടിത്തട്ട് വരെ പേര് കേട്ടാൽ വിറയ്ക്കുന്ന പഞ്ചജനൻ, നീലജലാശയ വിരിപ്പിൽ കൂറ്റൻ പത്തേമാരിയെ നിയന്ത്രിച്ച് കരയിലുള്ള ഗ്രാമങ്ങൾ കൊള്ളയടിക്കുകയും മനുഷ്യനെ ചുട്ടരിച്ച് കൊല്ലുകയും ചെയ്യുന്ന ഒരു കൂറ്റൻ കടൽ പക്ഷി. എന്നെ കുറിച്ചുള്ള മനോഹരമായ ഒരു വിശേഷണം തന്നെ ഇത്. ലോകമെത്ര കണ്ടവനാണ് ഞാൻ. നീലവിരിപ്പിന് താഴെ കരകാണാക്കടലിൽ ഗർജിക്കുന്ന തിരമാലകളെ പ്രതിരോധിച്ച് കാറ്റിനെതിരെ തുഴയെറിഞ്ഞ നാടും നഗരവും താണ്ടി പറക്കുന്ന ഒരു കടൽ പക്ഷി തന്നെയാണ് ഞാൻ. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി നീ ഈ മഗധയുടെ തീരത്തെത്തിയിരിക്കുന്നു. ഈ ഗ്രാമത്തെ ചുട്ടരിക്കാൻ, ഗ്രാമീണരെ അടിമകളാക്കാൻ. ഈ ഗ്രാമത്തിലൂടെയുള്ള എന്റെ പടയോട്ടം ആരാരംഭിക്കും? കൊലയും കൊള്ളിവയ്പുമായി ഈ ഗ്രാമത്തെ ഞാൻ കൊള്ളയടിക്കും. കിട്ടുന്നവനെ അടിമകളാക്കി ചങ്ങലയിൽ കൊരുത്ത് കടലിനപ്പുറത്ത് വിറ്റ് ഞാൻ കാശാക്കും. ആ നീതി നിഷേധം തടയാനാണ് ഞാൻ വന്നത്. നീയോ? അതിന് നീ വളർന്നിട്ടില്ലടാ കാലിച്ചെറുക്ക. അത്രയും ഗ്രാമീണരുടെ കണ്ണീരിന് പകരമായി നിനക്ക് എന്നെ കൊണ്ടുപോകാം, അടിമയാക്കാം, വില പറഞ്ഞ് വിൽക്കാം. നിന്നെ ഞാൻ സ്വന്തമാക്കിയാൽ എനിക്ക് എന്താടാ നേട്ടം? നേട്ടമേ ഉള്ളൂ. ഈ ഗ്രാമീണരെ മുഴുവൻ വിറ്റ് കിട്ടുന്ന ലാഭത്തെക്കാൾ ഏറെ വിലപിടിപ്പുള്ള ധനം നിനക്ക് എന്നെ വിറ്റ് സമ്പാദിക്കാം. ധനുർവിദ്യ മുതൽ ആയോധന കലകളിൽ വരെ ഞാൻ അഗാധമായ പ്രാവീണ്യം നേടിയവനാണ്. നീ യുദ്ധം ചെയ്യേ, ഞാൻ നിന്നെ തോൽപ്പിച്ച് കാണിക്കാം. എടാ നികൃഷ്ട കീടമേ, ഈ ലോകം പിടിച്ചടക്കിയ ധനമാണ് ആ കപ്പൽ നിറയെ. ഒരു സൈന്യം മുഴുവൻ പഞ്ചജനനെ എതിർത്ത് പോർവെട്ടിയാലും അതടിച്ചമർത്തി പഞ്ചജനന്റെ കൊടിക്കുറകൾ പാലിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ എന്നെ നീ പോരിട്ട് വിളിക്കുന്നു? നീ മരണത്തെ കൈമാറി വിളിക്കുകയാണ്. ഞാൻ ജയിച്ചാൽ അതാണ് ചോദ്യം. ഞാൻ നിന്റെ നിബന്ധനകൾ അംഗീകരിക്കാം. താങ്കൾ ഈ യുദ്ധത്തിൽ ജയിച്ചില്ലെങ്കിൽ ഈ ഗ്രാമത്തെ ഉപദ്രവിക്കരുത്. പകരം ഞാൻ അങ്ങയുടെ അടിമയാകാം. സമ്മതിക്കുന്നു. യുദ്ധത്തിനിറങ്ങ, കാണട്ടെ നിന്റെ പാടവം. സമ്മതിച്ചു തന്നിരിക്കുന്നു ഞാൻ നിന്റെ പാടവം. ലോകത്തൊരിടത്തും ഞാൻ ഇത്രയും വലിയൊരു ശക്തിമാനെ കണ്ടിട്ടില്ല. യുക്തിഭദ്രമായ അങ്ങയുടെ പോരും എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. അങ്ങ് ബലവാനാണ്. നിനക്കെന്നെ തോൽപ്പിക്കാമായിരുന്നു, പക്ഷെ നീ എന്നെ തോൽപ്പിച്ചില്ല. കരുത്തുള്ളവനോട് കരുത്തുള്ളവൻ കാണിച്ച മഹാമാന്യതയെ ഞാൻ പ്രകീർത്തിക്കുന്നു. ഇല്ല, ഞാൻ നിന്റെ ഗ്രാമത്തെ ആക്രമിക്കുന്നില്ല. മറിച്ച് നിന്റെ സന്ധിയും വ്യവസ്ഥയും പ്രകാരം അതിനു പകരമായി ഞാൻ നിന്നെ എന്റെ അടിമയാക്കി കടൽ കടത്തി കൊണ്ടുപോകുന്നു. ഇവനെ ഉരുക്കു തുടലിൽ ബന്ധിച്ച് കടലിലേക്ക് വലിച്ചേക്കാം.
മൃഗീയമായ ക്രൂരതകൾ ഏറ്റുവാങ്ങുന്ന ആജ്ഞാനുവർത്തികൾ, തിന്നും കുടിച്ചും ഇരുട്ടിൽ തപ്പിത്തടയുന്ന നിങ്ങൾ ആ കടൽ കൊള്ളക്കാരന്റെ ശിക്ഷ ഇരന്നു വാങ്ങുന്നവരാണ്. എന്നിട്ടും പരസ്പരം എന്തിനാണ് പോരടിച്ച് മരിക്കുന്നത്? ഞങ്ങളിൽ ഒരാൾ ഇന്നും മരിക്കണം. ജയിക്കുന്നവൻ പഞ്ചജനന്റെ സിംഹവുമായി മല്ലിട്ട് ഇരയാകണം, അല്ലെങ്കിൽ അതിനെ കൊല്ലണം. അങ്ങനെ ജയിക്കുന്നവന് പഞ്ചജനന്റെ കടൽക്കൊള്ളയിൽ പങ്കാളിയാവാം. ആരും ജയിച്ചില്ലെങ്കിൽ സിംഹത്തിന് ഇരയാകണം. 100 കണക്കിന് അടിമകൾ ഈ ഉരുവിലുണ്ട്. ഒരുമിച്ച് നിന്നാൽ ഈ കപ്പലിനെ രണ്ടായി വലിച്ചു കീറി കടലിലാഴ്ത്താം. എന്നിട്ടും സ്വന്തം സഹചാരിയെ കൊന്ന് അവന്റെ സിംഹത്തിന് ഇരയാകാൻ കൊതിക്കുന്നു. അവൻ അജയനാണ്, ആർക്കും അവനെ തോൽപ്പിക്കാനാവില്ല. ഒരുമിച്ച് നിൽക്കാമോ? അവനെ ഞാൻ തോൽപ്പിക്കാം. എന്താരും ഒന്നും മിണ്ടാത്തത്? വിശ്വാസിക്ക് ഒരു മരണമേ ഉള്ളൂ. അരുത്, അവന്റെ രഹസ്യചാരന്മാർ നമുക്ക് ചുറ്റിലുമുണ്ട്. പിടിക്കപ്പെട്ടാൽ അവൻ എല്ലാത്തിനെയും കൊന്ന് കടലിലെറിയും. ഭീരുക്കളാണ് നിങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവനോട് യുദ്ധം ചെയ്യാം. നേടുകയാണെങ്കിൽ അത് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ മരണം. ഇന്ന് അവന്റെ സിംഹത്തിന് ഇരയാകാൻ പോകുന്നത് ഞാനാണ്. അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണോ? അതെ, നാം രക്ഷകനും ശിക്ഷകനുമാണ്. ഭൂമിയിൽ എവിടെ ദുഃഖം തളം കെട്ടുന്നുവോ, ഒരുവൻ അറിയാതെയെങ്കിലും അനീതിയുടെ മുന്നിൽ വിതുമ്പുകയോ കണ്ണീരൊഴുക്കുകയോ ചെയ്യുന്നെങ്കിൽ അത് നീതി നിഷേധമാണ്. ഇവിടെ ആ കണ്ണുനീരും വേദനയും ഞാൻ കാണുന്നു. ചാട്ടവാറേറ്റ് കരിവാളിച്ച വ്രണങ്ങളിൽ ആശ്വാസത്തിന്റെ നറുപുഞ്ചിരി നൽകാനാണ് ഞാൻ ഈ കപ്പലിൽ കയറിക്കൂടിയത്. എന്നെ വിശ്വസിക്കാം. അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്. ഒരുമിച്ച് നിൽക്കണം. ഒരുമയെ ഒരു കാലനും തോൽപ്പിക്കാനാവില്ല. ഐകമത്യം മഹാബലമെന്ന് കേട്ടിട്ടില്ലേ? അശരണരായ ഒരു പറ്റം മനുഷ്യരുടെ ഈ ദുരിതയാതനകൾ ഇവിടെ അവസാനിക്കുവാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം എനിക്കറിയണം. ഈ ഉരുവിൽ എവിടെയെങ്കിലും പുനർദത്തൻ എന്നൊരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? പുനർദത്തന്? അങ്ങനെ ഒരാളെ ഞങ്ങൾ ഈ ഉരുവിൽ എങ്ങും കണ്ടിട്ടില്ല. പുനർദത്തൻ? അങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്ക് മുമ്പ് ഈ കപ്പലിൽ കയറി കൂടിയവനാണ് പുനർദത്തൻ എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കഥ മറ്റു പലരും പറഞ്ഞെനിക്ക് അറിവുള്ളതാണ്. പുനർദത്തൻ എവിടെയുണ്ട്? കൈക്കുഞ്ഞായിരിക്കുമ്പോഴാ പുനർദത്തനെ ഈ ഉരുവിലെത്തിക്കുന്നത്. എല്ലാവർക്കും അവൻ കൗതുകവും ലാളനയുള്ള ഒരു കൈക്കുഞ്ഞായിരുന്നു. ഈ പഞ്ചജനനും ആ കുഞ്ഞിനെ ജീവനായിരുന്നു. പക്ഷെ ആ കുഞ്ഞിന്റെ വരവോടെ കാര്യങ്ങളൊക്കെ വഷളായി. വല്ല ദുരന്തങ്ങളും? അതെ, ആ കുഞ്ഞിന്റെ വരവോടെ മഹാദുരന്തങ്ങൾ ഈ ഉരുവിനെ നിരന്തരം ആക്രമിച്ചു വേട്ടയാടി. അതിശക്തമായ കടൽക്കാറ്റുകൾ പലവട്ടം ഈ ഉരുവിനെ നട്ടം തിരിച്ചു. നിരവധി വട്ടം പായകൾ വലിച്ചു കീറപ്പെട്ടു. പിന്നീട് ആ കുഞ്ഞിനെ ആരും കണ്ടിട്ടില്ല. കൊന്ന് കടലിൽ എറിഞ്ഞു കാണും. അതെ, കടലിൽ എറിഞ്ഞെന്നും പഞ്ചജനന്റെ കയ്യിലിരിക്കുന്ന ശംഖിൽ ഒളിപ്പിച്ചെന്നും ഒക്കെയാണ് കേൾവി. ശംഖിൽ ഒളിപ്പിക്കുക കൊള്ളാം, അതൊരു നല്ല വൃത്താന്തമാണ്. പിന്നെ കടലിൽ എറിഞ്ഞെങ്കിൽ കൂറ്റൻ സ്രാവുകൾ വെട്ടി വിഴുങ്ങി കാണും. ഇല്ല, അവൻ ജീവിച്ചിരിപ്പുണ്ട്. പുനർദത്തൻ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. ഞാൻ അവനെ അന്വേഷിച്ചാണ് ഈ കപ്പലിൽ എത്തിയത്. അവനെ എനിക്ക് ജീവനോടെ വേണം. ഈ ഭൂമി പാതാളത്തിൽ എവിടെയെങ്കിലും പുനർദത്തനെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിക്കും. പഞ്ചജനൻ അവനത് എന്നോട് ഇന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ഒരു ചെറിയ പ്രതീക്ഷ ഇനിയും ബാക്കിയുണ്ട്. പുനർദത്തനെ കൊന്ന് കടലിൽ എറിഞ്ഞില്ലെങ്കിൽ പഞ്ചജനന്റെ ശംഖിനകത്ത് അവൻ എന്റെ പുനർദത്തനെ ഒളിപ്പിച്ചിട്ടുണ്ടാകും. തീർച്ച. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് അവനെ ഇന്ന് നേരിടുന്നു. ഇന്ന് ഈ രാത്രി അവൻ എന്റെ പ്രതിയോഗിയാണ്. എന്റെ ഈ നിയോഗത്തിന്റെ അനന്തരഫലം അത് യുദ്ധം തന്നെ. ഒരാൾ മരിക്കും, തീർച്ച. കാത്തിരിക്കുക. നിന്റെ കണ്ണുകളിലെ തീഷ്ണത എന്നെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നു. നിന്റെ കനത്ത മാറിടവും ഉരുക്കിനു തുല്യമായ മാംസപേശികളും എന്നെ ഉത്കണ്ഠാകുലനാണ്. അന്ന് ആ മണൽ തീരത്ത് നീയും ഞാനുമായി നടന്ന ആ മല്ലയുദ്ധം അവസാനിച്ചിട്ടും നിന്റെ പാഠവും എന്നിൽ ആകുലത സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ അജയനാണ് പഞ്ചജനൻ. അറിയാം, എനിക്ക് ജയിക്കാൻ കഴിയാത്ത ഒരു പ്രതിയോഗി എന്റെ കപ്പലിൽ കഴിയുന്നു എന്ന നിഗൂഢ ബോധം കുറച്ചു നാളായി എന്നെ വല്ലാതെ അലട്ടുന്നു. എന്തിനാ നീ ഇപ്പോൾ തനിച്ചിവിടേക്ക് കടന്നു വന്നത്?
കപ്പലിന് അടിത്തട്ടിലെ അടിമത്താവളത്തിൽ ഞാൻ ഒരുത്തനെ കൊന്നു. കൊല്ലുകയോ? എന്തിന്? എന്തിനു നീ കൊന്നു? ഞാനിപ്പോൾ ഇവിടെ നിന്റെ മുന്നിൽ നിൽക്കുന്നത് നിന്റെ വളർത്തു മൃഗത്തിന് ഇരയാകാനാണ്. എന്റെ സിംഹത്തിന്റെ ഇരയോ നീ? അതാണല്ലോ ഈ കപ്പലിലെ നിന്റെ നിയമം. ഒരുത്തനെ കൊല്ലുക, കൊന്നവനെ സിംഹത്തിലിട്ട് കൊടുക്കുക. ഈ പ്രാകൃത നിയമത്തിന്റെ ഇരയും തീറ്റയുമാകാൻ ഞാൻ വന്നിരിക്കുകയാണ്. നിന്റെ ശൗര്യം ഒരിക്കൽ കൂടി എന്റെ മുന്നിൽ അരങ്ങേറാൻ പോകുന്നു. കൊള്ളാം, കൊള്ളാം, സവാഷ്. കാണട്ടെ നിന്റെ ഊച്ചം, പൗരുഷം. ആ കാട്ടുമൃഗത്തിന്റെ കോമ്പല്ലുകളിൽ നിന്നെ കോർത്തു വലിച്ചു മാറുപിളർക്കുന്നത് എനിക്ക് കാണണം. ചെല്ല്, ആ നിലവറയിലുണ്ട് നിന്റെ പ്രതിയോഗി. ആയിരം കാട്ടുപോത്തിന്റെ ഊറ്റമാണതിന്. അതിന് ശബ്ദിക്കില്ല. അന്ന് നീ ആ മണൽത്തിട്ടയിൽ മുക്കറയിട്ട് എന്നോട് പോരടിക്കുമ്പോൾ നീ കരുതിയോ ഞാൻ നിനക്ക് ബലാബലമാണെന്ന്? നീ എന്റെ ശരീരത്ത് പടർന്നു കയറുമ്പോൾ നീ ചിന്തിച്ചു കാണും ഞാൻ നിനക്കൊരു പ്രതിയോഗിയല്ലെന്ന്. നിന്റെ പ്രതിരോധത്തിൽ നിന്ന് വഴുതി മാറി ഏറെക്കുറെ തോൽവിയടയുന്നു എന്ന് ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തിയപ്പോൾ നീ വീണ്ടും വീണ്ടും കരുതി കൃഷ്ണനും നീയും തുല്യ ശക്തിയാണെന്ന്. അങ്ങനെ നിന്നെ വ്യാജമായി തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ ഈ കപ്പലിൽ കയറിക്കൂടാനുള്ള തന്ത്രം മെനയുകയായിരുന്നു. മതിയടാ നിന്റെ ബുദ്ധി പ്രഭാഷണം. മതിയാക്കാം. അതിനു മുമ്പ് ഞാൻ ഈ കപ്പലിൽ കയറിക്കൂടിയത് എന്തിനാണെന്ന് അറിയണ്ടേ? ഒരു നിഴല് പോലെ ഞാൻ നിന്നെ പിന്തുടർന്നത് എന്തിനാണെന്ന് നിനക്കറിയണ്ടേ? എവിടെ എവിടെ സാന്ദീപനിയുടെ മകൻ പുനർദത്തൻ? പുനർദത്തനോ? നിനക്ക് ഭ്രാന്താണ്. അതെ, അവനെ തെരയുന്ന കൃഷ്ണന് അവനെ കണ്ടെത്തുന്നത് വരെ ഭ്രാന്താണ്. സാന്ദീപനിയുടെ ഗ്രാമത്തിൽ നിന്ന് 10-20 വർഷങ്ങൾക്ക് മുൻപ് നീ തട്ടിപ്പറിച്ചെടുത്തു കൊണ്ടുപോയ പുനർദത്തൻ എവിടെയാണെന്നാണ് ചോദിച്ചത്. എനിക്കറിയില്ല പുനർദത്തനെ. നിനക്കറിയാം. നിനക്ക് പുനർദത്തനെ അറിയാം. അവനെ നീ കടലിൽ എറിഞ്ഞു കൊന്നോ അതോ നീ നിന്റെ പാഞ്ചജന്യ ശങ്കിൽ ഒളിപ്പിച്ചോ? അതറിഞ്ഞാൽ മതി. ഒരുപാട് പേരെ ഞാൻ കടലിൽ എറിഞ്ഞു കൊന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അവരും പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ നിനക്ക് പുനർദത്തനെ നന്നായി അറിയാം. ഒരു ഗ്രാമത്തിന്റെ വസന്തത്തെയാണ് നീ കഴുത്തറുത്തത്. പാവം ഒരു വൃദ്ധ മുനിയുടെ തോരാത്ത കണ്ണുനീരാ നീ കട്ടുകൊണ്ടുപോയത്. ഒരു ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തി അവരുടെ സ്വപ്നങ്ങളെ ചുട്ടുകരിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. പറയടാ, സാന്ദീപനിയുടെ മകൻ പുനർദത്തൻ എവിടെ? പറയാതെ ഞാൻ നിന്നെ വെറുതെ വിടില്ല. പറയാം, ഞാനെല്ലാം പറയാം. എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. പുനർദത്തന് ഞാൻ ഈ കടലിനടിയിലുള്ള നാഗലോകത്തിന് ഈ ശങ്കിന് പകരമായി വിറ്റു. അവൻ നാഗലോകത്തുണ്ട്. നീ നുണ പറയുകയാണോ? അല്ല, വിചിത്രവും അത്ഭുതങ്ങളും നിറഞ്ഞ നാഗകന്യകമാർക്കൊപ്പം പുനർദത്തനുണ്ട്. സുരക്ഷിതമായിട്ട് വിശ്വസിക്കാം. പഞ്ചജനൻ മരിച്ചു. എല്ലാവർക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ശുദ്ധമായ വായുവും വെള്ളവും ഇനി നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾ സ്വതന്ത്രരാണ്. ഈ ശംഖ് ഇനി കൃഷ്ണന് സ്വന്തം. ഇനി മുതൽ ഇത് പാഞ്ചജന്യം എന്ന പേരിൽ അറിയപ്പെടും. കാർവേണി നിൻ മനതാരിൽ തേനലയോ
ഇതായിരിക്കാം പുനർദത്തൻ, ഞാൻ അന്വേഷിക്കുന്ന സാന്ദീപനിയുടെ മകൻ. ആഹാ, നീ മനോഹരമായി നൃത്തം ചെയ്യുന്നല്ലോ. ഈ വേണുവാദനത്തിൽ ഞാൻ എല്ലാം മറന്നുപോയി. എത്ര മനോഹരമായി അങ്ങ് മുരളിക ഊതി. പ്രണയരാഗങ്ങൾ കൊണ്ട് അങ്ങനെ വീർപ്പ് മുട്ടിക്കുന്നത് പോലെ. നീ എന്റെ ശത്രുവല്ലേ? വർഗശത്രു അല്ല, എന്റെ ആരാധ്യനാണ് അങ്ങ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അഴകുള്ളവനാണ് നീ. ഇന്ദ്രനീലങ്ങളെ വെല്ലുന്ന നിറം, സ്വർണ്ണ പരൽമീനുകളെക്കാൾ ഭംഗിയുണ്ട് നിന്റെ കണ്ണുകൾക്കും അധരങ്ങൾക്കും. ആരും നിന്നെ ഇഷ്ടപ്പെട്ടു പോകും. നീ എന്നെ പ്രണയിക്കുന്നു അല്ലേ? അങ്ങേ കണ്ടാൽ ആരാണ് പ്രണയിക്കാൻ മറന്നു പോകുന്നത്? പ്രണയമെന്ന് പറയുന്നത് ധ്യാനമാണ്. മനസ്സിന്റെ അഗാധ നീലിമയിൽ എന്നും എക്കാലവും ഓർമ്മിച്ചു വെക്കാനുള്ള ഒരു മയിൽപ്പീലിത്തുണ്ട്. ഞാൻ പ്രണയിച്ചോട്ടെ ഈ സൗന്ദര്യത്തെ? ഈ പ്രപഞ്ചത്തിലെ ഓരോ പരമാണുവും എന്നെ പ്രണയിക്കുന്നുണ്ട്. ആ പ്രണയത്തിൽ നീയും കുടിക്കും. ആട്ടെ, നീയും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് കടുത്ത നിരാശയുണ്ടായി. നീ നടന്നു വരുന്നത് കണ്ടപ്പോൾ കലശലായി അമർഷമുണ്ടായി. എന്നാൽ നീ ഒന്ന് പുഞ്ചിരിച്ചപ്പോൾ അതെല്ലാം മൃദുത്വമുള്ള പൂക്കളായി മാറി. ആ ഒറ്റ കാഴ്ചയിലാണ് നീ എന്നെ വല്ലാതെ മോഹിപ്പിച്ചത്. ഒന്നും അറിഞ്ഞുകൊണ്ടല്ല. നിങ്ങളുടെ ആചാരങ്ങളും നിയമരീതികളും ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഒന്നും തകർത്തെറിയാനല്ല ഞാൻ കടന്നു വന്നത്. ഒരു വല്ലാത്ത ദൗത്യം, കടമ, അത് നിറവേറ്റാനാണ് ഞാൻ ഈ നാഗലോകത്തെത്തിയത്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ജീവിത ബന്ധങ്ങൾ കൂട്ടിയിണക്കുന്ന ആ മഹാമംഗല്യ ചരടിൽ ഒരു കരടായി ഞാൻ മാറി. നാഗലോകം ഒന്നടങ്കം എനിക്ക് ശത്രുക്കളായി. ഈ സൂര്യനഗരത്തിന്റെ ചരിത്രം ഇത്തരം വിചിത്രതരമായ അനുഷ്ഠാനങ്ങളിൽ ആണ്ട് കിടക്കുന്നു. എന്റെ അച്ഛനെ നിഷ്കരണം കഴുത്തറുത്തു കൊന്നാണ് ഇന്ന് കാണുന്ന മരണദേവൻ ഈ നാഗലോകത്തിന്റെ ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ടത്. യക്ഷ കിന്നര കഥകളെയും വെല്ലുന്ന അത്ഭുതകരങ്ങളായ കഥകളും ആചാരങ്ങളും ഇവിടെ ഇഴചേർന്ന് കിടക്കുന്നു. വിസ്മയകരം. യുദ്ധം ഇങ്ങെടുക്കാറായി. ധീരവീര പോരാളിയാണ് പുനർദത്തൻ. അത്ര വേഗം ജയിക്കാമെന്ന് കരുതരുത്. ആയോധന പാടവം അപാരമാണ്, സൂക്ഷിക്കണം. യുദ്ധം ചെയ്യാനല്ല ഞാൻ വന്നത്. നിരായുധനാണ് ഞാൻ. 40-ാം ദിവസം അരങ്ങേറുന്ന ആ യുദ്ധത്തിലും ഞാൻ ആയുധം കയ്യിലെടുക്കില്ല. കൃഷ്ണ, നീ വിശ്വാസിക്ക് ഒരു മരണമേ ഉള്ളൂ ആശിക. കൽപ്പിച്ചതും കൽപ്പിക്കപ്പെട്ടതുമായ ഒരേ ഒരു മരണം. അത് പുനർദത്തന്റെ കൈകൊണ്ടാണെങ്കിൽ അങ്ങനെ. പക്ഷെ അവനെ കൊല്ലാൻ വന്നവനല്ല ഞാൻ. അതുകൊണ്ട് അവന്റെ പ്രാണൻ എനിക്ക് പ്രധാനമാണ്. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവന്റെ ജീവൻ നിലനിർത്തുക എന്നത് എന്റെ ആവശ്യമാണ്. അതുകൊണ്ട് പുനർദത്തൻ എന്റെ കൈകൊണ്ട് മരിക്കില്ല. അപ്പോൾ അങ്ങ് സംഭവാമി യുഗേ യുഗേ. സംഭവിക്കുന്നതെല്ലാം നല്ലതിന്. ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. ഇത്രയ്ക്ക് ധൈര്യമോ നിനക്ക്? ഒരു വംശം ഒന്നടങ്കം ഇവന്റെ നേർക്ക് വിരൽ ചൂണ്ടി ആക്രോശിക്കുമ്പോൾ, കാമാലികനെന്ന് അട്ടഹസിക്കുമ്പോൾ, ഇവനെ നാഗലോകം വെറുക്കുമ്പോൾ, ഈ വൈവസമുരിയെ ഒന്നടങ്കം കളങ്കപ്പെടുത്തി നീ ശത്രുവിനോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ കുലത്തോട് ചെയ്യുന്ന വഞ്ചനയാണ്. ഇതിനുള്ള ശിക്ഷ നീ അർഹിക്കുന്നു. നിങ്ങളും എന്നെ പോലെ ഒരു മനുഷ്യനാണ്. അല്ല, ഞാൻ ഈ സൂര്യനഗരത്തിന്റെ ഛത്രപതിയാണ്. എങ്കിൽ നീ കാണിച്ചതാ നിന്റെ വിഷധൂളിക.
വിരിഞ്ഞു നിൽക്കുന്ന ഭണം. നീ മനുഷ്യനാണ്, നരജന്മം. നരനായി ജനിച്ചെങ്കിലും കർമ്മം കൊണ്ട് നാഗമായി ഞാൻ പരിണമിച്ചിരിക്കുന്നു. ഞാൻ ഈ ലോകത്തിന്റെ ഉടമയാണ്. ഈ നാഗകന്യകകളെല്ലാം എന്റെ ആജ്ഞാനവൃത്തികളാണ്. ഇപ്പോൾ നീയും. നിങ്ങളുടെ നീതി നിയമപ്രകാരം യുദ്ധം അനിവാര്യമാണ്. ഞാനും പുനർദത്തിനും 40-ാം നാൾ അങ്കത്തട്ടിൽ കൊമ്പ് കോർത്തേ പറ്റൂ. കൊമ്പ് കോർക്കാം. പക്ഷെ ആ അങ്കത്തട്ടിൽ പുനർദത്തൻ മരിച്ചു വീണാൽ അത് സംഭവിക്കില്ല. അവനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്ക് കഴിയില്ല. എനിക്ക് കഴിഞ്ഞാൽ അത് നാഗലോകത്തിന്റെ അന്ത്യമായിരിക്കും. പക്ഷെ ഉടലോടെ നീ നാഗലോകം കടക്കുമെന്ന് കരുതണ്ട. ഈ യുദ്ധം അവസാനിപ്പിച്ചുകൂടെ? നിരുപാധികം ഈ യുദ്ധം അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. പക്ഷേ യുദ്ധത്തിന് മുമ്പ് നീ കൊല്ലപ്പെടണം. ഈ നാഗലോകത്ത് നിന്ന് നീ നിരുപാധികം അപ്രത്യക്ഷനാകണം. അതിനുള്ള കരുക്കൾ ഞാൻ നീക്കി തുടങ്ങി. കരുതിയിരുന്നോ? അപ്പോൾ എന്റെ മരണം നിർണയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിജീവനത്തിനുള്ള കൂർമ്മ ബുദ്ധി പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു. പുനർദത്തന്റെ ജീവൻ എന്റെ കൈപ്പിടിയിലാണ്. കൊല്ലാതെ, ഒരു പോറൽ പോലും ഏൽക്കാതെ ഈ കൈക്കുടന്നയിൽ ഒളിപ്പിച്ചെനിക്ക് അവനെ കൊണ്ടുപോയേ പറ്റൂ. വൈവസപുരി അസ്വസ്ഥതയുടെ പുകപടലങ്ങളിൽ ആണ്ടുപോയിരിക്കുന്നു. കനത്ത പ്രകടമാണ് അവൻ ഈ സർപ്പവംശത്തിനുമേൽ അടിച്ചേൽപ്പിച്ചത്. വർഗശത്രു എന്ന് മുദ്ര കുത്തിയിട്ടും ആ ജന്മ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടും അവനുമേലുള്ള വൈരാഗ്യം ആളിക്കത്തുകയാണ് എന്റെ മനസ്സിൽ. അവൻ ആരെന്നറിയണം. അവന്റെ വരവിന്റെ ഗൂഢ ലക്ഷ്യം എന്താണെന്നറിയണം. ഈ സൂര്യനഗരം തച്ച് തകർക്കാനുള്ള മൃഗീയ ലക്ഷ്യവുമായാണ് അവൻ വന്നതെങ്കിൽ ആ ഉദ്യമം മുളയിലെ നുള്ളണം. നാഗലോകത്തിന്റെ കെട്ടുറപ്പിനെയും സമാധാനത്തെയും തല്ലി തകർക്കാനുള്ള അവന്റെ ആദ്യ ഉദ്യമം വിജയം കണ്ടിരിക്കുന്നു. ഇനി അവന്റെ അടുത്ത കാൽവയ്പാണ് അറിയേണ്ടത്. ജലപിശാചിനെ പോലെ കടന്നു വന്ന അവൻ നാഗവംശത്തിന്റെ തരളിത സ്വപ്നങ്ങളിലാണ് ആഞ്ഞു പൊത്തിയത്. ഈ മഹനീയ ലോകത്തിന്റെ പരമപുണ്യമായ വിവാഹത്തെ തല്ലിയുടച്ച് വിവാഹമണ്ഡപം ഒരു ശ്മശാനമാക്കി മാറ്റി. ആ മഹാപാതകി, കണ്ണീര് തോരാത്ത എന്റെ മകളുടെ നിലവിളി, ആശയും അഭിലാഷവും വേരറ്റ് തലമുടികൾ അഴിഞ്ഞുലഞ്ഞ് ജീവിത ദൗഭാഗ്യങ്ങളെ പഴിച്ച് അവളിന്ന് തീരാ ദുഃഖത്തിന്റെ കയങ്ങളിലാണ്. ആശ്വസിപ്പിക്കാൻ ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് കഴിയുന്നില്ല. കൊന്നുകളയട്ടെ ഞാൻ അവനെ. കൊല്ലാനാണെങ്കിൽ ആ ദുരന്ത നിമിഷത്തിൽ അത് നടക്കുമായിരുന്നു. നാഗലോകത്തെ കരിനാഗങ്ങളെല്ലാം സീൽക്കാരങ്ങളോടെ പണമുയർത്തി ദംശനത്തിനായി ആർത്തി കൊണ്ടു നിന്നു. പക്ഷെ തലകുനിച്ചു പോയത് ഈ നാടിന്റെ ആചാരനിഷ്ഠകളുടെ ഭക്തിയെ ഓർത്താണ്. ഈ ദുരവസ്ഥ സൂര്യനഗരിയിലും നാഗവർഗത്തിനിടയിലും പടർന്നു കത്താതെ നോക്കണം. ഒരു മഹാദുരന്തം ഇനിയും ഈ വംശത്തിനുമേൽ ആളിപ്പടരാൻ അനുവദിക്കരുത്. ഒരു വലിയ ശത്രുവിനെയാണ് ഈ വൈവസപുരി ഇന്ന് പാലൂട്ടി വളർത്തുന്നത്. ഇവിടെ മരണം വിതയ്ക്കാൻ വന്ന അവന്റെ ജീവൻ യുദ്ധം വരെ നീട്ടിക്കൊണ്ടു പോകരുത്. ആകസ്മികമായി ഉണ്ടാകുന്ന ഒരു ദുരന്ത മരണം. അതെ, ആകസ്മികമായി ഉണ്ടാകുന്ന ഒരു ദാരുണ അന്ത്യം. അതെനിക്ക് വിട്ടുതരിക. അവന്റെ ജീവൻ എടുക്കാൻ, ആ ദുരാത്മാവിനെ കൊന്ന് കടലിലെറിയാൻ. അവന്റെ മാംസവും രക്തവും കടൽ മീനുകൾ കൊത്തിപ്പറിക്കുന്നത് ഈ നാഗലോകം നാളെ ആഹ്ലാദത്തോട് വീക്ഷിക്കും. മരണം, അവന്റെ മരണം എണ്ണപ്പെട്ട് കഴിഞ്ഞു. മറ്റൊന്ന്, നമ്മുടെ മകൾ ആശിക അവനുമായി അടുപ്പ തുടങ്ങിയിരിക്കുന്നു. കൊടലാഴികളുടെ ചുഴിയിലാണ് ആകസ്മികമായ അവരുടെ സംഗമം അരങ്ങേറുന്നത്. സൂക്ഷിക്കണം. നാഗലോകം കരുതിയിരിക്കണം. എവിടെയവൾ? നാഗവംശത്തെ അപകട ശൃംഖലകളിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ മുതിരുന്ന ഏതൊരു രാജ്യദ്രോഹിയും ഈ വൈവസപുരിയുടെ ശത്രുവും ഒറ്റകാരമാണ്. എവിടെയവൾ? ചോദിക്കുക, ഇവളോട് ചോദിക്കുക. അവനുമായി ഇവൾക്ക് എന്താ ഒരു ചങ്ങാത്തമെന്ന്. നീ എന്റെ മകളാണ്, ലാരികയുടെ സഹോദരി. നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ സഹോദരിക്ക് മരണതുല്യമായ സങ്കടങ്ങളും ദുരന്തങ്ങളും വരുത്തിയ ആ മനുഷ്യാധമനുമായി നിനക്കെന്താ ഗൂഢമായ ഒരു കൂടിയാലോചന? ഒന്നുമില്ല, അവിചാരിതമായി കടലിനടുത്തിട്ട് കണ്ടുമുട്ടിയതാണ്. അസംബന്ധം. കടലിനടുത്തിട്ടുള്ള പ്രശോഭിത മരങ്ങളും പൂഞ്ചെടികളും പൂത്തുറഞ്ഞു നിൽക്കുകയാണ്. അവിടെ ഇപ്പോൾ വസന്തകാലമാണ്. ആ വസന്തകാലത്തിന്റെ ഊഷ്മളത നുകരാൻ അവനും ഇവളും ഭീഷ്മ ചന്ദ്രികയുടെ നിലാവിൽ അവിടെ ഒന്നിച്ചു കൂടിയതാണ്. ഞാൻ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ആടിയും പാടിയും രമിക്കുന്നതിനിടയിൽ ഞാൻ ഇവളെ ബലമായി പിടിച്ച് അവന്റെ മുന്നിലൂടെ കൊണ്ടുപോന്നു. പറയടി, ആരാണവൻ? അവൻ എവിടെ നിന്ന് വരുന്നു? എന്താണ് അവന്റെ നിഗൂഢ രഹസ്യങ്ങൾ? പറയാൻ. അവൻ ഈ കുലം മുടിക്കാൻ വന്നതാണോ, അതോ
വൈവസപുരി ചുട്ടരിക്കാൻ വന്നതോ? അല്ല, ഒരിക്കലും അല്ല. അവൻ ആമ്പാടിയിലുള്ളതാണ്. ഈ വരവിന്റെ ഉദ്ദേശം അറിയില്ല, മറ്റൊന്നും എനിക്കറിയില്ല. അറിയണം. നിഗൂഢമായി നീ അത് കണ്ടെത്തണം. ഈ നാഗലോകത്തിന് വേണ്ടി നീ അവനെ പ്രണയിക്കുന്നതായി അഭിനയിക്കണം. എന്നിട്ട് അവനിൽ നിന്ന് എല്ലാ രഹസ്യങ്ങളും നീ ചോർത്തിയെടുക്കണം. വയ്ക്കോ, പോകാൻ. അവൻ ആമ്പാടിയിൽ നിന്നും വരുന്നവനാണ്. കാലിമേക്കുന്ന വംശമാണ്. യദുവംശം എന്ന് കേട്ടിട്ടില്ലേ? അവൻ ആ വംശത്തിൽ ജനിച്ചവനാകണം. കണ്ടുപിടിക്കണം. അവന്റെ ഗൂഢവും നിഗൂഢവുമായ ഈ വരവിന്റെ ലക്ഷ്യം കണ്ടുപിടിച്ചേ പറ്റൂ. ഈ സൂര്യനഗരം നേരിടുന്ന ഒരു മഹാവിപത്തിന്റെ നാന്ദിയാണ് അവന്റെ കടന്നുവരവ്. നാളെ പുലർക്കാല കാഹളം കേട്ടുണരുന്നത് അവന്റെ മരണവാർത്തയായിരിക്കണം. ഉത്തുംഗ പർവ്വതത്തിനും മഹാസമുദ്രത്തിനും കാവൽ നിൽക്കണം. നാഗലോകത്തിന്റെ 4 അതിർത്തികളിലും നാഗസേനകളെ വിന്യസിപ്പിക്കണം. അവൻ പർവ്വതങ്ങളോ കടലോ കടന്ന് തിരിച്ചു പോയിക്കൂടാ. നാഗലോകത്തിന്റെ ഭയാനകങ്ങളായ അസ്വസ്ഥതകൾക്ക് മേൽ കറുത്ത കരിമ്പടം പുതപ്പിച്ച അവന്റെ ശവസംസ്കാരം ഈ നാഗലോകത്ത് നടക്കണം. ഇവന്റെ ശവത്തിൽ ചവിട്ടി നിന്ന് അമ്മ എന്റെ കഴുത്തിലടിയാൻ അവന് മംഗല്യ ചരട് എടുത്തു കൊടുക്കും. അതെ, അത് നടക്കട്ടെ. അരുത് മോളെ, അപരാധങ്ങൾ വാരിയെറിഞ്ഞ് നീ നിന്റെ സ്നേഹനിധിയായ അമ്മയെ വേദനിപ്പിക്കരുത്. ഇല്ല, ഇനി ഇത് കണ്ടു നിൽക്കാനാവില്ല. ഈ തോരാത്ത കണ്ണുനീര് നാഗലോകത്തിന്റെ ഹൃദയത്തിൽ വീണ് പൊള്ളുന്ന തീക്കനലാണ്. ദിവ്യമാതാവേ, ഭീരുവിനെ പോലെ അളയിൽ ഒളിച്ചിരിക്കാൻ എന്റെ അഭിമാനം സമ്മതിക്കുന്നില്ല. അഭിമാനിക്ക് ഒരു മരണമേ ഉള്ളൂ. ആ മരണം ഞാൻ സ്വീകരിക്കാൻ പോകുന്നു. ഈ ലോകത്തിന് താങ്ങാനാവാത്ത മരണഭീതി പരത്തി അവനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാതെ ഞാൻ അടങ്ങില്ല. എന്താ കഴുത്ത് ഛേദിക്കാൻ ഒരു വൈക്ലഭ്യം? കൊല്ലാൻ വന്നവനല്ലെന്ന് ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. കൊല്ലുക എന്നത് നിങ്ങളുടെ സിദ്ധാന്തമാണ്. ഒരു ഉറുപ്പിനെ പോലും നോവിക്കാതെ ധർമ്മം പരിപാലിക്കുക എന്നതാണ് എന്റെ നീതിസാരം. യുദ്ധം നിങ്ങൾ പ്രഖ്യാപിച്ചു. പുനർദത്തനെ കൊന്ന് ലായികയെ വേൾക്കാൻ നിങ്ങളുടെ നിയമം നിങ്ങൾ എന്നോട് അനുശാസിച്ചു. എന്നാൽ നിരായുധനായി നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഹിംസ എന്റെ ലക്ഷ്യമല്ല. നീതിസാരങ്ങൾ ലോകനന്മയെ ചൊല്ലിയാകണം. ഞാൻ എന്റെ നിരപരാധിത്വം ഈ ലോകമനസാക്ഷിയോട് വിളിച്ചു പറയുകയാണ്. ലോകം മുഴുവൻ സുഖം ഭവിക്കട്ടെ. പുനർദത്തൻ മഗധയിലെ സാന്ദീപനിയുടെ മകൻ. സാന്ദീപനിയുടെ പർണശാലയിലെ ദർഭപ്പുല്ലിൽ പിറന്നു വീണ മുനികുമാരൻ. ജനിച്ചു വീണപ്പോൾ തന്നെ സർവ്വവേദങ്ങളും ഉപനിഷത്തുക്കളും ഋഗ്വേദങ്ങളും ഗജശിക്ഷയും അശ്വശിക്ഷയും ധനുർവേദവും കർണം കൊണ്ട് സ്വായത്തമാക്കിയവൻ. അഗസ്ത്യമുനിയിൽ നിന്ന് അഗ്നിവേശനിലേക്ക് പകർന്ന ധനുർവേദം സാന്ദീപനിയിലൂടെ നീയും ഞാനും കരസ്ഥമാക്കി. ഇനി ഇതൊന്നും പ്രയോഗിക്കുകയേ വേണ്ടൂ, അല്ലേ പുനർദത്ത? നീ ആരാണ്? കൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ. ധർമ്മ സംസ്ഥാപനാർത്ഥം അധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ ജന്മം കൊണ്ടവൻ. നീ എന്തിനിവിടെ വന്നു? നിന്നെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ, ജീവനോടെ. അസംഭവ്യം. സംഭവിക്കേണ്ടതെല്ലാം അതാത് കാലങ്ങളിൽ സംഭവിക്കുക തന്നെ ചെയ്യും പുനർദത്ത. നീ അറിയുമോ സാന്ദീപനിയെ? ഇല്ല, ഞാൻ അറിയില്ല സാന്ദീപനിയെ. നിന്റെ ഓർമ്മകളിൽ എവിടെയെങ്കിലും ആ പേര്, ആ രൂപം? ഇല്ല, എന്റെ ഓർമ്മകളിൽ എങ്ങും അങ്ങനെ ഒരു പേരില്ല. നിന്റെ അച്ഛനാണ് സാന്ദീപനി. ഉണക്കപ്പുല്ലിൽ പെറ്റുവീണ് ചോര പുരണ്ടു കിടന്ന നിന്നെ വാരിയെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് പുൽകുമ്പോൾ നീ ആദ്യമായി അറിഞ്ഞ ചൂട്, പിന്നെ നിന്റെ അധരങ്ങളിൽ അമർത്തി ചുംബിക്കുമ്പോൾ രണ്ടാമതായി നീ അനുഭവിച്ച പിതൃവാത്സല്യം, മൂന്നാമതായി നിന്റെ ചെവിയിൽ പുനർദത്തൻ എന്ന് നാമകരണം ചെയ്ത് സർവവിദ്യകളും വേദങ്ങളും മന്ത്രിച്ച നിന്റെ ഗുരു, ആദ്യമായി നീ കണ്ണു തുറന്ന് കണ്ട നിന്റെ കാണപ്പെട്ട ദൈവം, ആ ഈശ്വരനെ നീ മറന്നു. ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. പക്ഷേ കർണപുടങ്ങളിൽ കിടന്ന് അലയടിച്ച ഗുരുവചനങ്ങൾ നീ മറന്നിട്ടില്ല. കർണാനന്ദകരവും ആത്മീയവുമായ വേദസാരങ്ങൾ നീ മറന്നിട്ടില്ല. അതിന്റെ എല്ലാ ഉറവയും നിന്റെ അച്ഛനാണ്.
അച്ഛനാണ് അതിന്റെ കരണീയം. കാലിൽ പടർന്നു പിടിച്ച ദുരന്തങ്ങളുടെ അഗ്നിയുമായി നീ ഈ നാഗലോകത്തേക്ക് കടന്നു വന്നു. അഗ്നി വിതറി നീ ഈ നാഗകുലത്തിന്റെ സ്വസ്ഥതകളിൽ തീ ആളി കത്തിച്ചു. അത് പടർന്നു കത്തുകയാണ് ഇവിടെ. അതിനിടയിൽ നീ മറ്റൊരു കഥ മെനഞ്ഞെടുത്ത് ഇവിടെ തീമഴ പെയ്യിക്കരുത്. നിന്റെ ഗ്രാമത്തോട് ചേർന്നുള്ള ആ കടൽ തീരത്ത് നിന്ന് ഒരു നിലവിളി ഉയരുന്നത് നീ കേൾക്കുന്നുണ്ടോ? സ്വന്തം മകനെ വിളിച്ചലറിക്കരയുന്ന ഒരു പിതാവിന്റെ ഹൃദയം തകർന്ന ആർത്തനാദമാണത്. നീ എന്റെ മനസ്സിനെ വല്ലാതെ മതിക്കുന്നു. യുദ്ധം ഇങ്ങടുത്തെത്തി കഴിഞ്ഞു. യുദ്ധവിജയം കൊതിക്കുന്ന എന്റെ മനസ്സിനെ തകർക്കുക നിന്റെ ഒരു പുതിയ തന്ത്രമായി ഞാൻ അതിനെ കാണുന്നു. ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്നതും നിന്നെ കൊല്ലുക എന്നതും എനിക്ക് ജീവവായു പോലെയാണ്. ഇത് രണ്ടും സാധ്യമല്ല പുനർദത്ത. ഇവിടെ നീയും ഞാനും മരിക്കുന്നില്ല. എന്നാൽ നിന്നെ ജീവനോടെ ഇവിടെ നിന്ന് അപഹരിച്ച് നിന്റെ അച്ഛന് കാഴ്ചവെക്കാമെന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്കുകൊടുത്തു പോയി. അതുകൊണ്ട് ഈ വൈവസപുരി മുഴുവൻ എന്നോട് പ്രതിരോധിച്ചാലും അത് തച്ചുടച്ച് ഞാൻ നിന്നെ കൊണ്ടുപോകും. ഇത് സത്യം. നിന്നെ എനിക്ക് കൊല്ലാനായില്ലെങ്കിൽ നിനക്കെന്റെ മൃതശരീരം മാത്രമേ കൊണ്ടുപോകാനാവൂ. എന്റെ ശവം. ഏതൊരച്ഛനും കൊതിക്കുന്നതേ അദ്ദേഹവും ആഗ്രഹിക്കുന്നുള്ളൂ. അവസാനമായി ഒന്ന് കാണുക. ദേഹിയിൽ നിന്ന് ജീവൻ വെടിയുമ്പോൾ ഒരു പിതൃബലി, ആ നാവിൽ ഒരു തുള്ളി വെള്ളം. ഒരു പുരുഷായുസിൽ നീ ചെയ്തു തീർക്കേണ്ട കടമയാണ് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നത്. സാധ്യമല്ല. ഈ നാഗലോകവുമായി എന്റെ ജീവിതം ഒരുപാട് അലിഞ്ഞു ചേർന്നിരിക്കുന്നു. എന്റെ കാണപ്പെട്ട പിതാവ് മരണദേവനും അമ്മ ദിവ്യമാതാവുമാണ്. നീ പറയുന്നത് പോലെ പർണശാലയും ദർഭപുല്ലും പടച്ചോറും കുടുമിയും ദീക്ഷയും ഒന്നും എനിക്ക് ചേരില്ല. ഇവിടെ രാജകീയമായ സുഖഭോഗങ്ങളിൽ ഞാൻ നീന്തി തുടിക്കുകയാണ്. ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. ആ നിത്യദുരിത കഷ്ടപ്പാടുകളിലേക്ക് നീ എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോകരുത്. സ്വന്തം വൃദ്ധപിതാവിന്റെ കരളലിയിക്കുന്ന വിരഹദുഃഖം നിനക്ക് മനസ്സിലാകില്ല. നഷ്ടപ്പെട്ടു പോയ സ്വന്തം കുഞ്ഞിനെ ഓർത്തുള്ള ഹൃദയ നൊമ്പരം നീ അറിയുന്നില്ല. മഹാവൃത്തശാപങ്ങളെ നീ വിളിച്ചു വരുത്തുകയാണ്. ഈ നാഗലോകത്ത് നിന്ന് നീ ജീവനോടെ പുറത്തു പോയാലല്ലേ നീ എന്നെ നിന്റെ ലോകത്തേക്ക് കെട്ടിയെടുക്കൂ. അതിനു മുമ്പ് തന്നെ നീ നരകത്തിലെത്തും. വേണമെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാം. ഇന്ന് ഈ രാത്രി ഈ നാഗലോകത്ത് നിന്ന് ജീവനും കൊണ്ട് നീ പലായനം ചെയ്യണം. അതിനുള്ള വഴി ഞാൻ ഒരുക്കി തരാം. ഇന്ന് രാത്രി ആരും അറിയാതെ. നിന്റെ കുസൃതി കൊള്ളാം. കൃഷ്ണൻ തോറ്റുമടങ്ങുമെന്ന് നീ കരുതിയോ? നീ എന്റെ തീവ്രമായ ലക്ഷ്യമാണ്. അത് ഞാൻ കൈക്കലാക്കുക തന്നെ ചെയ്യും. നീ എന്റെ ഈ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്. നോക്ക് പുനർദത്ത. ഇത് വിശ്വതേജസ്സായ ജാതവേദസ്സാണ്. അഗ്നി. ഈ അഗ്നിയിൽ തളച്ച് ഞാൻ നിന്നെ കൊണ്ടുപോകും ജീവനോടെ. അവന്റെ ആഗമനോദ്ദേശം അവൻ വെളിപ്പെടുത്തി കഴിഞ്ഞു. നാഗലോകത്ത് നിന്ന് പുനർദത്തനെ അവൻ ഭൂമിയിലേക്ക് ജീവനോടെ കടത്തിക്കൊണ്ടുപോകും. അതാണ് അവന്റെ വരവിന്റെ ഗൂഢവും നിഗൂഢവുമായ ലക്ഷ്യം. എത്ര ലാഘവത്തോടെ അങ്ങത് പറഞ്ഞവസാനിപ്പിച്ചു. പുനർദത്തൻ ഈ സൂര്യനഗരിയുടെ ജീവനാണ്. പ്രാണനിലും പ്രാണനായി അവനെ സ്നേഹിക്കുന്നവരാണ് അവന് ചുറ്റും. അവനെ കടത്തിക്കൊണ്ടുപോകുകയോ? ഭൂമിയിൽ അവനെ അകക്കണ്ണമായി കാത്തിരിക്കുന്ന അവന്റെ അച്ഛൻ അവനെ ഒരു നോക്ക് കാണുവാൻ ആ വൃത്തഹൃദയം കൊതിക്കുന്നു പോലും. പുനർദത്തനെ അവൻ പിടിച്ചു കെട്ടി കൊണ്ടുപോകുമെന്ന് അവിടെ നിൽക്കട്ടെ. പുനർദത്തന്റെ മനസ്സറിയണം. അവന്റെ ഹൃദയത്തിന്റെ കോണിൽ എവിടെയെങ്കിലും സ്വന്തം പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ. ആരുടെ പിതാവ്? ആരുടെ വൃദ്ധഹൃദയമാണ് അവനെ ഓർത്ത് തേങ്ങിയത്? ഒരു നിമിഷം എല്ലാം മറന്നു മറ്റൊരു സ്നേഹത്തിന്റെ പുറകെ അവൻ പായുമെന്നു. അവന്റെ അച്ഛനും അമ്മയും എല്ലാം നമ്മളാണ്. നമ്മൾ മാത്രം. കണ്ണു തുറക്കുന്ന പ്രായത്തിൽ ഈ കൈക്കുമ്പിളിൽ കിട്ടിയത് അവനെ. പിന്നെ താഴത്തും തലയിലും വെക്കാതെ പോറ്റി വളർത്തി. ഈ വൈവസപുരി അവനെ അവരുടെ കുളിരും പ്രാണനുമായി കണ്ടു. രാജകീയ തത്വവും രാജസുഖഭോഗങ്ങളും എന്തിനേറെ എന്റെ മകളെ വരെ ഞാൻ അവന് കൊടുത്തു. എന്നിട്ട് ഈ ലോകം വിട്ട് അവൻ മറ്റൊരു സ്നേഹത്തിന് കൊതിക്കുന്നോ? ഒന്നും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. വേദനയേക്കാൾ അമർഷമാണ് മനസ്സിൽ നുരഞ്ഞു പൊന്തുന്നത്. നെഞ്ചിൽ അമർന്നുപോയൊരു മഹാസ്നേഹത്തെ അങ്ങ് അടർത്തിയെടുക്കാൻ അവൻ തീരുമാനിച്ചു പോലും. വിട്ടുകൊടുക്കില്ല. നമ്മുടെ പ്രാണനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ അവൻ അത്രയ്ക്ക് കരുത്തോ? എങ്കിൽ കാണട്ടെ അവന്റെ കപട സദാചാരത്തിന്റെ ശക്തി. അതാ പുനർദത്തൻ വരുന്നുണ്ട്. വരട്ടെ. 18 വർഷങ്ങൾക്ക് മുൻപ് സ്നേഹത്തിന്റെ പാരിജാത പുഷ്പം പോലെ കടന്നു വന്ന് ഹൃദയം നിറയെ സുഗന്ധം വിതറിയ അവൻ എന്നെ മറന്ന്, എന്റെ മകളെ മറന്ന്
ഈ നാഗരോഗം വിട്ടു പോകുമോ എന്ന് എനിക്കറിയണം. വളരെ സുപ്രധാനമായ ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നത്. അതിനും വലിയ സുപ്രധാന കാര്യം ഇപ്പോൾ നീയാണ്. ഞാനും? അതെ, നീ തന്നെ. കണ്ണു തുറന്നു കണ്ട സ്നേഹബന്ധങ്ങളെ അറുത്തെറിഞ്ഞ് ആരോ പറഞ്ഞു തന്ന ഒരു വൃദ്ധ പിതാവിനെ തേടി നീ നാഗലോകത്ത് നിന്ന് യാത്രയാകുന്നു അല്ലേ? ഇത് വെറും ഊഹാപോഹങ്ങളാണ്. കൃഷ്ണൻ, അവൻ എന്തിനാണ് ഈ നാഗലോകത്തേക്ക് കടന്നു വന്നത്? ജീവിത ബന്ധങ്ങളുടെ ഈടുള്ള ഇഴകൾ വലിച്ചു പൊട്ടിക്കാൻ, പരസ്പരം ശത്രുതയുണ്ടാക്കി കൊമ്പുകോർക്കാൻ, എന്നിട്ട് നിന്നെ ജീവനോടെ നാഗദേശം കടത്തിക്കൊണ്ടുപോകാൻ. അതെ, അതിനാണ് അവൻ വന്നത്. പുനർദത്തനെ ഉടലോടെ അവൻ ഭൂമിയിലേക്ക് കൊണ്ടുപോകുമെന്ന്. എങ്കിൽ കാണട്ടെ ആ ശൗര്യം. ഇതാ നിൽക്കുന്നു രണ്ട് വൃദ്ധ ജന്മങ്ങൾ. കണ്ണു തുറന്ന് നീ നീലാകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ കണ്ട് കണ്ണു ചിമ്മി ചിരിച്ച നിന്നെ ഈ രണ്ട് നെഞ്ചുകളുടെ ഇടയിലെ ചൂട് പകർന്ന് ലാളിച്ചു വളർത്തിയത് ഞങ്ങളുടെ മകനായിട്ടാ. ആ സ്നേഹം അറുത്തു മുറിച്ച് നിനക്ക് ഇവിടം വിട്ടു പോകണം അല്ലേ? അരുത്, എന്നെ വേദനിപ്പിക്കരുത്. നിന്നെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന നിന്റെ ലാരിക, പ്രണയത്തിന്റെ മധുരോദാത്തമായ ഈണം മനസ്സിൽ കൊണ്ടു നടക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവർ, അവളെ മറന്നു നീ? മതി, കേട്ടതെല്ലാം ശരിയാണ്. ഓർമ്മകളിൽ ഒരു നിഴൽ പോലെ എന്നെ പിന്തുടരുന്ന ആ വൃദ്ധരൂപം, ചെവികളിൽ ഓതിത്തന്ന മഹാമന്ത്രങ്ങളുടെ ദിവ്യമായ പൊരുളുകൾ എല്ലാം ഓർക്കുന്നു. എല്ലാം എനിക്കൊരു നിഴൽ പോലെ ഓർമ്മ വരുന്നു. എന്നാൽ വിലമതിക്കാനാവാത്ത സ്നേഹവും ലാളനയും തന്ന് എന്നെ ഈ മാറിലുറക്കിയ എന്റെ മാതൃപിതൃ ഹൃദയങ്ങളെ മറന്ന് എനിക്ക് മറ്റൊരു ജീവിതമില്ല. ഞാൻ പറഞ്ഞു അവനോട്, നിനക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് ഒന്നു മാത്രം, എന്റെ ശവം, നിർജീവമായ ജഡം. പുനർദത്ത, ഓരോ നിമിഷവും ഈ നാഗലോകത്തെ മുൾമുനയിൽ നിർത്തി ഈ രാജ്യം അരാജകത്വത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് അവൻ നാഗലോകത്ത് ഭീതി പടർത്തുകയാണ്. അവന് മന്ത്രവാദവും മഹേന്ദ്രജാലവും ജലസ്തംഭനം വരെയും വശമുണ്ട്. ഞാനതിന് ദൃക്സാക്ഷിയാണ്. അത്തരമൊരു അമാനുഷിക സിദ്ധി അവനുണ്ടെന്ന് നാമം കേട്ടിരിക്കുന്നു. അവനെ ഭയക്കണം. അവനൊരു നിസ്സാരക്കാരനല്ല. അത്ര വേഗം അവനെ കീഴ്പ്പെടുത്താമെന്ന് വ്യാമോഹിക്കുകയും വേണ്ട. ആദിശേഷന്റെ ക്ഷേത്ര സമുച്ചയത്തിലെ ഇന്ദ്രനീല കവാടങ്ങൾ താനെ തുറന്നു, കൂട്ടമണികൾ മുഴങ്ങി. പെട്ടെന്ന് ആദിശേഷൻ പ്രത്യക്ഷപ്പെട്ടു. എല്ലാം ഞാൻ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ഭയാനകം. ഇത്തരം അത്ഭുത സിദ്ധികൾ നാഗലോകത്ത് പ്രയോഗിച്ച് ഈ നാഗലോകത്തിന്റെ അധികാരവും ചെങ്കോലും കൈവശപ്പെടുത്താനുള്ള അവന്റെ വക്രബുദ്ധിയാണെന്ന് നാം അനുമാനിക്കണം, തിരിച്ചറിയണം. കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ വരുന്ന യുദ്ധത്തിൽ അവൻ നിഷ്കരണം എന്റെ കുഞ്ഞിനെ കൊല്ലും. അവൻ ഈ നാഗലോകത്തിന്റെ അധിപനാകും. അതാണ് അവന്റെ നിഗൂഢ ലക്ഷ്യം. അത്ര വരെ അവന്റെ ആയുസ് അങ്ങ് നീട്ടിക്കൊടുക്കരുത്. അവനെ ഇല്ലാതാക്കാനുള്ള തന്ത്രമാണ് കണ്ടെത്തേണ്ടത്. അതിനുള്ള കരുക്കൾ നാം നീക്കണം. പതിയിരുന്ന് ആക്രമിക്കുന്നതിനേക്കാൾ അഭികാമ്യം കപടതന്ത്രങ്ങളിലൂടെ അകപ്പെടുത്തുന്നതാണ്. ആശികയ്ക്കാണ് ഏറ്റവും കൂടുതൽ അവനുമായി ഇടപെടാൻ എളുപ്പം. അവനുമായി കൂടുതൽ അടുപ്പവും ചങ്ങാത്തവും അവൾക്കാണ്. ആ അടുപ്പം അവൾ തീക്ഷ്ണമാക്കണം. ഒടുവിൽ പ്രണയം നടിച്ച് അവനെ ചുറ്റി വരിഞ്ഞ് അവളിലെ നാഗവിഷം അവനിൽ ദംശിച്ച് അവനെ കൊല്ലണം. അത് കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്ക് വഴിതെളിക്കും. തീക്ഷ്ണമായ പ്രണയം അരുതാത്ത വിലക്കുകളെ ഭേദിക്കും. ഈ അരമനയിൽ ഒതുങ്ങേണ്ട രഹസ്യങ്ങൾ അവൾ കൃഷ്ണന് ചോർത്തിക്കൊടുക്കും. അതെ, അത് വളരെ ശരിയാണ്. അവളെ സൂക്ഷിക്കണം. അവളും അവനുമായുള്ള ബന്ധം മുറിക്കണം. ഒരു നാഗകന്യക പോലും അവളെ ഗൗനിക്കരുത്. അവളെ ഈ ലോകത്ത് ഒറ്റപ്പെടണം. അവൻ വരുന്നുണ്ട്, കൃഷ്ണൻ. ഒരു പരിഗണനയും അവൻ ഇവിടെ കൊടുക്കരുത്. സ്വീകരണങ്ങളോ അതിഥി മര്യാദകളോ പാലിക്കപ്പെടരുത്. നാഗലോകത്തിന്റെ അവജ്ഞയും അവഹേളനവും അവനെ ബോധ്യപ്പെടുത്തണം. ഒരു ഇരിപ്പിടവും അവൻ ഇട്ടുകൊടുക്കരുത്. സന്ധിയില്ലാത്ത തരം താഴ്ന്ന സമരമുറകൾ കൊണ്ട് തികച്ചും നിരപരാധിയായ ഒരു മനുഷ്യനെ നീചമായി ദണ്ഡിക്കുമ്പോൾ മനോവേദനയോടെ അവൻ ഇങ്ങനെ പറയും: നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി, സർവഭൂതങ്ങൾക്കും ദോഷം ചെയ്യാത്തവനും മിത്രഭാവത്തോടു കൂടിയവനും കൃപാലുവും അഹങ്കാരമില്ലാത്തവനും പ്രസന്നചിത്തനും അപ്രമത്തനും അങ്ങനെയുള്ള ഏവനോ അവൻ എനിക്ക് പ്രിയനാകും. പക്ഷെ നിങ്ങളോ? ഞങ്ങൾ കൃപാലുക്കളല്ല, മിത്രമോ സഹനകാരികളോ അല്ല. ശത്രുവായി കടന്നു വന്നവനെ, സമചിത്തനായ നാഗവംശത്തിനുമേൽ കറുത്ത കരിമ്പടം പുതപ്പിച്ച നിന്നെ ഈ നാഗലോകം ആജന്മ ശത്രുവായി പ്രഖ്യാപിച്ചതാണ്. അജാത ശത്രു. ഒരു സാധു ബ്രാഹ്മണന്റെ ഒരേ ഒരു ആന്തരിയാണിവൻ. ഇവനൊരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ പരമമായ ഈ പ്രപഞ്ചത്തിന്റെ ബ്രഹ്മമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവന്റെ പ്രാണൻ നിലനിർത്തിക്കൊണ്ട് ഞാൻ ഇവരെ കൊണ്ടുപോകും.
നിശ്ചയമായി. അതിന് നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. നിന്ന് പ്രസംഗിക്കുന്നു ഈ സഭാമണ്ഡപത്തിൽ. ആരനുവാദം കൊടുത്തു ഇവൻ ഇവിടെ കടന്നു വരാൻ? ഒരു അതിഥി മര്യാദകളും നിങ്ങൾ എന്നോട് പാലിച്ചില്ല. ഒന്നിരിക്കാനുള്ള ഒരു പീഠമെങ്കിലും നിങ്ങൾ എനിക്ക് നൽകിയില്ല. ഈ സൂര്യനഗരത്തിന്റെ മ്ലേച്ഛമായ ചിന്താഗതിയിൽ ഞാൻ ഖേദിക്കുന്നു. ഇറങ്ങി പോടാ കാൽച്ചെറുക്ക. ഞങ്ങൾക്ക് കീഴതിയിരിക്കുക. അതിനുള്ള യോഗ്യതയെ നിനക്കുള്ളൂ. പ്രകടനങ്ങളോ കൊണ്ട് നീ എന്നെ മയക്കാനാണ് വരുന്നതെങ്കിൽ ആശിക, നിന്റെ മുഖപടങ്ങളും നീചമായ മനസ്സിന്റെ മറകളും പുറത്തഴിച്ചു വെക്കുക. എന്നിട്ട് നീ ഒരു അന്യ സ്ത്രീ എന്ന പോലെ എന്നെ നേരിടാൻ തയ്യാറായി മുന്നോട്ട് വരിക. ചേച്ചി എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? നിന്നെ ഒന്ന് നേരിട്ട് കാണാൻ. ആരാണ് എനിക്ക് പുനർദത്തൻ? എന്റെ വല്യച്ചിയുടെ എല്ലാമാണ്. ഈ നാഗലോകത്തിന്റെ യുവരാജാവും സർവോപരി നാഗകന്യകകളുടെ പ്രിയമാനസനും. നാളെ നടക്കുന്ന മഹായുദ്ധത്തിൽ ആര് വിജയിക്കും? കൃഷ്ണനോ പുനർദത്തനോ? അത് എനിക്ക് എങ്ങനെ പ്രവചിക്കാനാവും? യുദ്ധത്തിൽ കൃഷ്ണൻ മരിച്ചാൽ? ഇത് യുദ്ധമാണ്, അത് പ്രവചനാതീതവുമാണ്. പുനർദത്തൻ മരിക്കണമെന്നല്ലേടി നിന്റെ മനസ്സിൽ? വല്യച്ചി എന്നെ വല്ലാതെ തെറ്റിദ്ധരിക്കുന്നു. കൊള്ള, നിന്റെ തരത്തിനൊത്തുള്ള അഭിനയം. നിനക്ക് കൃഷ്ണൻ ജയിക്കണം, എനിക്ക് പുനർദത്തനും. എന്റെ ചോരയിൽ പിറന്ന നീ നിന്റെ സ്വന്തം ചേച്ചിയുടെ ചിത ആളിക്കത്താൻ കൊതിക്കുന്നു. നീ കൃഷ്ണനെ സ്നേഹിക്കുന്നില്ലേ? പ്രണയിക്കുന്നില്ലേ? അതൊരു വിധിയും സങ്കല്പവുമാണ്. ഭക്തിയാണ് എനിക്ക് ദൈവത്തോട്. ലോകം ശൂന്യതയിലേക്ക് അലിഞ്ഞു ചേരുന്ന മായാമുരളിയുടെ പ്രണയസാഗരങ്ങൾ അതൊരു ലഹരിയാണ്. നിശാഗന്ധികൾ പൂക്കുന്ന സൗരഭ്യമാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അവാച്യമായ ഒരു അനുഭൂതിയിൽ ഞാൻ മാത്രമല്ല, ഈ നാഗലോകത്തിലെ മുഴുവൻ നാഗകന്യകകളും അലിഞ്ഞു ചേരുകയാണ്. അപ്പോ നിനക്ക് അവനെ വേണം, എനിക്ക് പുനർദത്തനെ. അതുകൊണ്ട് പുനർദത്തൻ ജീവിക്കണം, അപ്പോൾ കൃഷ്ണൻ മരിക്കണം. അങ്ങനെ നോക്കിയാൽ നിനക്ക് കൃഷ്ണൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ആരും ജയിക്കരുത്, ആരും മരിക്കുകയും അരുത്. അതിനുള്ള വഴി, ആ വഴിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വൈവസ്വപുരിയുടെ നിയമങ്ങൾ പൊളിച്ചെഴുതാൻ നമുക്ക് കഴിയില്ലല്ലോ. പൊളിച്ചെഴുതണം. അതിനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് രഹസ്യമായി വിളിപ്പിച്ചത്. കൃഷ്ണനും നീയും ഇന്ന് രാത്രി ഈ സൂര്യനഗരത്തിൽ നിന്നും ഒളിച്ചോടണം. ഇല്ലെങ്കിൽ നിന്നെ ഇല്ലാതാക്കാനാണ് നാഗലോകത്തിന്റെ ഗൂഢമായ തീരുമാനം. അത് സംഭവിക്കും, നിശ്ചയമായും. ഈ വിധി നാടകത്തിൽ ആശിക മരിച്ചതുകൊണ്ട് ഈ കഥ അവസാനിക്കില്ല. ഈ ദുരന്ത നാടകത്തിന്റെ തിരശ്ശീല അങ്ങനെ വീഴുകയുമില്ല. ആശിക ഈ കഥയിൽ ഒരു കഥാപാത്രമേ അല്ല, വെറും ഒരു നിഴൽ മാത്രം. ഈ യുദ്ധം നടക്കും, ആരും ജയിക്കാത്ത യുദ്ധം. ഈ യുദ്ധത്തിൽ രക്തച്ചിരിച്ചിലുകളൊന്നുമില്ലാതെ തന്നെ കൃഷ്ണൻ പുനർദത്തനെ ജീവനോടെ ഭൂമിയിലേക്ക് അപകരിച്ചു കൊണ്ടുപോകും. പുനർദത്തൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗുരുഭിക്ഷയാണ്. ആ ഗുരുഭിക്ഷയെ തടയാൻ ഈ പ്രപഞ്ചത്തിന് പോലും കഴിയില്ല. കാരണം ശ്രീകൃഷ്ണൻ ഈ മഹാപ്രപഞ്ചമാണ്. ഈ ശംഖുനാദം യുദ്ധത്തിന്റെ കാഹളമല്ല, ഇത് സ്നേഹത്തിന്റെ മഹാമന്ത്രണം മാത്രമാണ്. എന്നെ ഭജിക്കുന്നവൻ എന്റെ ആത്മമിത്രമാണ്. അവന് ഞാൻ ആപൽ ബാന്ധവൻ. ഈ നാഗലോകം ഇന്നെനിക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. കറുത്ത പുകമറകൾ കൊണ്ട് അവരെന്റെ കണ്ണുകൾ കെട്ടുന്നു. ഞാൻ ക്ഷിപ്രകോപിയല്ല. മഹാസാഗരങ്ങളുടെ ശീതളിമ എന്റെ മനസ്സിൽ സദാ ഒഴുകി നടക്കുന്നു. ഒരു സന്ധി കൊണ്ട് തീരാവുന്ന ഈ മഹാദുരന്ത നാടകത്തിന്റെ സന്ധിയില്ലാത്ത യാത്ര നാളെ അവസാനിക്കും. യുദ്ധം നാളെ അരങ്ങേറും. സമാധാനമാണ് അഭികാമ്യമെങ്കിൽ അങ്ങനെ, അല്ല യുദ്ധമാണ് അനിവാര്യമെങ്കിൽ അങ്ങനെ. जय 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 हरे कृष्णा,
ഇത് ആശികയാണ്, നാഗകന്യക. നിറമുള്ള സ്വപ്നങ്ങൾ കൃഷ്ണന്റെ കളിക്കൂട്ടുകാരാണെന്ന് അറിയില്ലേ നിനക്ക്? ആരാണ് രാധ? എന്റെ കളിത്തോഴി. കളിത്തോഴി എന്ന് വെച്ചാൽ? എന്റെ സഖി, എന്റെ ഗോപകുമാരി. അപ്പൊ ഞാനോ? രാധ ഭൂമിയിലെ എന്റെ സഖിയും നീ വൈവസപുരിയിലെ എന്റെ പ്രണയവുമാണ്. രാധയോ ഞാനോ കൂടുതൽ സുന്ദരി? അനുരാഗവാടിയിൽ തളർത്തു നിൽക്കുന്ന സൗന്ദര്യമുള്ള പൂക്കളിൽ ഏതിനാണ് കൂടുതൽ അഴകെന്ന് ചോദിച്ചാൽ എല്ലാ പൂക്കളും മനുഷ്യനെ ആനന്ദിപ്പിക്കാനാണ് വിടർന്നു നിൽക്കുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് അനശ്വരമായ ഒരു കാവ്യമാണ്. കാൽപ്പനികതയുടെ കമനീയ സങ്കല്പം, ശില്പചാതുര്യത്തിന്റെ അമൂർത്ത ഭാവം. നീയും രാധയും ഗോപസ്ത്രീകളുമെല്ലാം എന്റെ മനസ്സിലെ തെളിനീരിൽ നീന്തി തുടിക്കുന്ന കല്ലോലിമികളാണ്. എന്നെയല്ലേ അങ്ങ് കൂടുതൽ സ്നേഹിക്കുന്നത്? നമുക്കിടയിൽ സുഗന്ധം പരത്തുന്ന മഹാപ്രണയത്തിന് സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ നീയാണ് കൂടുതൽ പുരട്ടുന്നതെങ്കിൽ ആശിക, നീ ആയിരിക്കും എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത്. അതെ, നാളത്തെ യുദ്ധത്തെക്കുറിച്ച്? യുദ്ധം അനിവാര്യമെങ്കിൽ അത് നടക്കും. എനിക്ക് ഭയമാകുന്നു. എന്ത് സംഭവിക്കാവുന്ന ഈ യുദ്ധം? ഒരു മരണത്തിൽ അവസാനിക്കും. എന്റെ മരണമാണ് നിന്റെ വംശം കൊതിക്കുന്നത്. ഒരു നാട് മുഴുവൻ അങ്ങ് മരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഞാനോ ഹൃദയം മുരുകി അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ, അറിവുകേടാണെങ്കിൽ പൊറുക്കണം. അങ്ങ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്ര കണ്ട ആഴത്തിലാണ് ലാരിക പുനർദത്തിനെ പ്രണയിക്കുന്നത്. ആ പ്രണയം തകർത്തിട്ട്... ആശിക, ഞാൻ വന്നത് യുദ്ധത്തിനല്ല. ഞാൻ ആരെയും കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. 20 വർഷം തന്റെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ ഓർത്ത് ഹൃദയം തകർന്ന് കണ്ണീരൊഴുക്കുന്ന ഒരു വൃദ്ധഹൃദയത്തിന്റെ നനവുള്ള കണ്ണീരിനൊപ്പമാണ് ഞാൻ. അതുകൊണ്ട് എനിക്കവനെ കൊണ്ടുപോയേ പറ്റൂ. ഞാൻ അവനെ കൊണ്ടുപോകും. അതാ അച്ഛൻ വരുന്നുണ്ട്. അങ്ങ് കൂടുതൽ സൂക്ഷിക്കണം. അപായപ്പെടുത്താനായിരിക്കും ഈ വരവ്. കരുതിയിരിക്കുക. സൂര്യനഗരത്തിന്റെ മഹാനായ ചക്രവർത്തിക്ക് സ്വാഗതം. വാളിന്റെ മൂർച്ച തേച്ചുരച്ച് നിന്നോട് യുദ്ധം ചെയ്യാനല്ല ഞാൻ വന്നത്. ഉള്ളി യുദ്ധം ചെയ്ത് നിന്നെ അകപ്പെടുത്താനുമല്ല. ഈ നാഗലോകത്തിന്റെ വൃദ്ധ പിതാവെന്ന നിലയിൽ നിന്നോട് കേണപേക്ഷിക്കാൻ വന്നതാണ്. ഒരു ശത്രുവിനോട് അങ്ങ് കേണപേക്ഷിക്കുകയാണ്? ഒരു രാജ്യത്തിന് ദുരിതങ്ങൾ മാത്രം സമ്മാനിക്കാൻ കടന്നു വന്നവൻ. ആ രാജ്യത്തിനും ഭരണകൂടത്തിനും ആകുലതകൾ പടർത്തി ഈ വംശത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന നിന്നോട് എനിക്ക് പകയും ശത്രുതയുമാണ്. പക്ഷേ ഈ ആരോപണങ്ങൾ ഞാൻ എന്നെ സദയം സ്വീകരിച്ചവനാണ്. എന്നാൽ എന്റെ മാർഗത്തിന്, എന്റെ ലക്ഷ്യത്തിന് ഒരു വൃദ്ധ മനസ്സിന്റെ ഹൃദയസ്പർശിയായ തേങ്ങലുണ്ട്. ആ വൃദ്ധപിതാവിന്റെ കണ്ണീരിൽ ചവിട്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഓമനിച്ചു കൊതി തീരാത്ത സ്വന്തം കുഞ്ഞിനെ നീചമായി തട്ടിപ്പറിച്ചെടുത്ത് സ്വന്തമാക്കിയ നാഗലോകത്തിന് ഒരു അച്ഛന്റെ നഷ്ടപ്പെട്ടു പോയ പുത്രവാത്സല്യത്തിന് മുമ്പിൽ എന്തു മറുപടിയാണ് കൊടുക്കാനുള്ളത്? പുനർദത്തിനെ എനിക്ക് വേണം. ഇതാ, എന്നെ കൊന്നിട്ട് നീ അവനെ കൊണ്ടുപോയിക്കോ. കൊല്ലാതെ കൊണ്ടുപോവുകയാണ് എന്റെ ലക്ഷ്യം. എങ്കിൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. ആരും മരിക്കില്ല മരണദേവ എന്റെ ലക്ഷ്യത്തിന് മുന്നിൽ. നീയെന്നല്ല, ഈ പ്രപഞ്ചം ഒരുമിച്ച് നിന്ന് പടവെട്ടിയാലും പുനർദത്തൻ ഒരു പോറല് പോലും ഏൽക്കാതെ ഞാൻ അവനെ ഭൂമിയിലേക്ക് കൊണ്ടുപോകും. ഈ നാഗവംശത്തിന്റെ നിയമമാണ് നീ ചോദ്യം ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇവിടെ വന്നത് ആകസ്മികമായാണ്. ഈ നിയമം എന്നെയും വന്ന് യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ദിവ്യമാതാവിന്റെ ആദ്യ ഭർത്താവിനെ നിഷ്കരണം വധിച്ച് ഞാൻ അവരുടെ ഭർത്താവായി. ഈ വൈവസമുദ്രിയുടെ ചക്രവർത്തി. ഇന്ന് നീയാണ് ആ പ്രതിയോഗി. ഒരു കുരുന്നു കുഞ്ഞിനെ കൊന്ന് അവന്റെ ജീവനിലും ജീവനായ പെൺകുട്ടിയെ സ്വന്തമാക്കാൻ നിയുക്തനായവൻ, നരാധവൻ. ഈ യുദ്ധം അവസാനിപ്പിച്ചുകൂടെ? ഇല്ല, ഈ യുദ്ധം അനിവാര്യമാണ്. ഒരു ഉപാധി ഞാൻ നിന്റെ മുന്നിൽ വെക്കാം. ഇപ്പോൾ നീ എന്നെ കൊല്ലണം. എന്നെ കൊന്ന് നീ ദിവ്യമാതാവിന്റെ ഭർത്താവാകണം. കഴിയുമോ നിനക്ക്? ഇല്ല, കഴിയില്ല, അസംഭവ്യം. സ്നേഹിച്ച് കൊതി തീരാത്ത എന്റെ പൊന്നുമോനെ രക്ഷിക്കാൻ ഈ വൃദ്ധ പിതാവിന് ഇത് മാത്രമേ നിന്റെ മുന്നിൽ പ്രതിവിധിയായി വെക്കാനുള്ളൂ. ഇതാ, ഈ നാഗലോകത്തിന്റെ ഛത്രപതിയുടെ ശിരസ് കുലിച്ചു തരുന്നു. കഴുത്തറുക്ക്. ഇല്ല, ഈ കഠിനമായ ശിക്ഷ വിധിക്കാൻ, ഈ മഹാപാതകം ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. നീതി നിഷേധം എന്റെ മാർഗമല്ല. അപ്പോൾ നിന്റെ മുന്നിൽ യുദ്ധം മാത്രമേ ഉള്ളൂ. നിരപരാധിയായ എന്റെ പൊന്നോമനെ കശാപ്പ് ചെയ്യാൻ തന്നെയാണ് നിന്റെ തീരുമാനം. നടക്കട്ടെ, നിന്റെ നീതി നടക്കട്ടെ. പക്ഷേ ഈ വൈവസപുരിയുടെ സർവനാശം കണ്ടേ നീ അടങ്ങൂ. ഈ നാഗലോകം നിന്റെ മുന്നിൽ തല തല്ലി കീറി ചാകും.
അതിന്റെ ഉഗ്രശാപം നിന്നെ ആജീവനാന്തം പിന്തുടരും. ഓർത്തോ? എന്തുമാകാമെന്ന് നീയും ആ വന്നു കയറിയ തെമ്മാടിയുമായി എന്താ ഇത്ര കണ്ട് നിഗൂഢ രഹസ്യങ്ങൾ, സന്ധി സംഭാഷണങ്ങൾ? ആരാവൻ നിന്റെ? അവൻ എന്റെ എല്ലാമാണ്. കൊന്നുകളയും നിന്നെ ഞാൻ. ഒരു പരമശത്രുവിനെ അവൾ പൂവിട്ട് പൂജിക്കുന്നു. ചതിയനായ അവനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ആശിക, നാഗലോകത്തിന്റെ അധികാരം നിന്നെയും ശത്രുവായി മുദ്രകുത്തും. എന്നേക്കുമായി കാരാഗ്രഹത്തിലടക്കും. ആ വഞ്ചകനോട് പ്രണയമാണ് പോലും, പ്രേമമാണ് പോലും. വർഗവഞ്ചകനായ അവനോട് രമിച്ച് ഈ ദേശത്തിന്റെ രഹസ്യങ്ങൾ ഇവൾ പങ്കുവെക്കുമെന്നത് ഞാൻ മുൻപേ സൂചിപ്പിച്ചതാണ്. നാഗലോകത്തിന്റെ സകല ഭരണ രഹസ്യങ്ങളും ഇവൾ അവന് ചോർത്തി കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ എന്നെ വെറുതെ പഴിക്കുകയാണ്. ഈ യുദ്ധം അവസാനിക്കുന്നതുവരെ ഈ തടവറയിൽ നീ ബദ്ധനസ്ഥയാണ്. ഇനി നീ പുറം ലോകം കാണില്ല. കിടക്കട്ടെ അവൾ അവിടെ. ഇവിടെ കിടന്ന് നരകിക്കണം. കൊല്ലാൻ വന്നവന്റെ പക്ഷം ചേർന്ന് സ്വന്തം രക്തബന്ധങ്ങളെയും നാഗലോകത്തെയും ഒറ്റുന്ന ഇവൾ ഒരു പാഠം പഠിക്കണം. മായിക വിദ്യകൾ കൊണ്ട് മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന നിന്റെ പ്രണയ കാമനയുടെ ശവം കാണാനേ നിന്നെ ഇനിയും പുറത്തിറക്കൂ. ഓർത്തോ? കൃഷ്ണ, കിടന്നലറി മരിക്കട്ടെ. സ്വന്തം ചോരയിൽ പിറന്നവളുടെ ദുരന്തം കാണാൻ കൊതിക്കുന്ന ഈ മഹാപാതകിക്ക് ഇനി പച്ച വെള്ളം ആരും കൊടുത്തു പോകരുത്. കിടന്ന് അനുഭവിക്കട്ടെ. മോളെ, ഈ രാജ്യത്തിന്റെ മാറും രക്തം പടർന്നൊഴുകാൻ ദാഹിക്കുന്ന മാംസഭോജിയായ അവൻ കൃഷ്ണൻ നിനക്ക് ഏതർത്ഥത്തിലാണ് പ്രിയങ്കരനാകുന്നത്, സഹകാരിയാകുന്നത്? പ്രണയമല്ലേ പ്രണയം. അതിന്റെ സുഖലഹരിയിൽ വരാൻ പോകുന്ന ഒരു മഹാവിപത്തിനെ കുറിച്ചോ ദുരന്തങ്ങളെ കുറിച്ചോ ഇവൾ ചിന്തിക്കുന്നില്ല. ഞങ്ങൾ മരിച്ചാലും ഇവൾക്ക് അവളുടെ പ്രിയതമനൊപ്പം ആടി ഉല്ലസിച്ച് രസിക്കണം. അത്രേ ഉള്ളൂ. ആരെയും നിഷേധിച്ചുകൊണ്ടോ ആരെയും വേദനിപ്പിച്ചുകൊണ്ടോ അല്ല ഞാൻ ആ മഹാപുരുഷനെ ആരാധിച്ചത്. ഒരു പ്രഭാവലയമായി അദ്ദേഹം എന്നിൽ കത്തി പടരുകയാണ്, ഞാൻ പോലും അറിയാതെ. മായാജാലം, കപടമാന്ത്രികൻ. അവൻ അത്ഭുത സിദ്ധികൾ കാണിച്ച് സകലരെയും കെണിയിൽ വീഴ്ത്തുകയാണ്. ഇവളും അതിന്റെ ഇരയാണ്. കൗശലങ്ങൾ കൊണ്ടും കപട സിദ്ധികൾ കാട്ടിയും അവൻ ഈ നാടിനെ പോലും കയ്യിലെടുത്തിരിക്കുന്നു. എനിക്കറിയാം, നാഗകന്യകകളിൽ ഭൂരിഭാഗവും ഇന്ന് അവന്റെ കാമനകളിൽ തുള്ളിക്കളിക്കുന്ന എച്ചിൽ പട്ടികളാണെന്ന്. ആരെന്തൊക്കെ പറഞ്ഞാലും അവന്റെ അന്ത്യം ഇന്ന് നടക്കണം. നാഗലോകത്തിന്റെ ഹൃദയധമനികളിൽ ക്രൂരമായ ചതികളുടെ ആയുധങ്ങൾ പ്രയോഗിച്ച് ഒലിച്ചിറങ്ങുന്ന ചോരയിൽ ചവിട്ടി നിന്ന് ഈ വൈവസപതിയുടെ അധപതനത്തെ മാത്രം കൊതിക്കുന്ന ആ മഹാദുഷ്ടന്റെ പക്ഷവും ചേരിയും പങ്കിടുന്ന ഇവളെ, ഈ നീച ജന്മത്തെ ഇനി വെച്ച് പുലർത്തിക്കൂടാ. അരുത്, അരുത് പിതാജി. ശൗര്യം സ്ത്രീകളോടല്ല, അവന്റെ കഴുത്താണ് അറക്കേണ്ടത്. കാരണം ഈ സൂര്യനഗരം അവന്റെ ചോരയ്ക്കാണ് കുതിക്കുന്നത്. സന്ധിയില്ലാത്ത യുദ്ധം നാം അവനോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവന്റെ തലയർക്കാതെ എനിക്കിനി ഉറക്കമില്ല. അവന്റെ ചോര പുരണ്ട കൈകൾ കൊണ്ടല്ലാതെ ഞാൻ ഇനി അന്നം കഴിക്കില്ല. യുദ്ധം സിരകളിൽ കത്തിപ്പടരുന്ന ഹൃദയക്ഷോഭത്തോടെ ഞാൻ പോകുന്നു, നീചമായി കഴുത്തറക്കാൻ. ആദിശേഷ, എന്റെ രാജ്യത്തിന് നീ ഈ ദുർഗതി വരുത്തിയല്ലോ. എത്ര ശാന്തസുന്ദരവും സമാധാനം നിറഞ്ഞതുമായിരുന്നു എന്റെ ഈ വൈവസപുരി. ഇപ്പോഴിതാ ജീവിതം ചോര കൊണ്ട് എഴുതാൻ കൊതിക്കുന്ന എന്റെ മിത്രങ്ങൾ. മരണം എത്ര വേഗമാണ് ഈ നാഗലോകത്തെ ഭീതിപ്പെടുത്താൻ കടന്നു വന്നിരിക്കുന്നത്. എല്ലാം മുടിഞ്ഞു വെണ്ണീറാകുന്നത് കാണാൻ നീയും കൊതിക്കുകയാണോ? നിന്നെ സ്നേഹിച്ചതിന്, വളർത്തിയതിന് നീ കൊടുക്കുന്ന കഠിനമായ ശിക്ഷയാണ് ആ കണ്ണുകളിൽ പടർന്നു പിടിച്ച കണ്ണുനീർ. സ്വന്തം മിത്രങ്ങളെയും രാജ്യത്തെയും ഒറ്റുകൊടുത്ത് നീ നേടുന്ന പ്രണയ സാഫല്യങ്ങൾ നിലനിൽക്കില്ല കുട്ടി. അവൻ നാളെ എന്റെ കുട്ടിയെ കൊന്നാൽ ഈ നാഗലോകം പിന്നെ ഇല്ല, നീ ഓർത്തോ? നീ ഉണ്ണാതെ ഞാൻ ഉണ്ടിട്ടില്ല, നീ ഉറങ്ങാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ നീ എന്റെയും എന്റെ പുനർദത്തിനെയും കഴുത്തറക്കാൻ ശത്രുവിന്റെ പക്ഷം ചേരുന്നു. ഞങ്ങളുടെ ചോരയിൽ ചവിട്ടി നിന്ന് നീ നിന്റെ മംഗല്യം സ്വപ്നം കാണുന്നു. നീച്ച ജന്മം, ഇവിടെ കിടന്ന് നീ ശ്വാസം മുട്ടി മരിക്കും. കുലട, കുലദ്രോഹി. കൃഷ്ണ, ആമൽമാധവ, ഹരേ കൃഷ്ണ. എന്തിനാ നീ ഇത്രമാത്രം സങ്കടങ്ങൾ എനിക്ക് തരുന്നത്? എന്തിനാ നീ ഇത്രമാത്രം വേദനകൾ എനിക്ക് സമ്മാനിക്കുന്നത്? കൃഷ്ണ,
സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. എന്നെ രക്ഷിക്കുക കൃഷ്ണ, അല്ലെങ്കിൽ നീ എന്നെ നിന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ. നീ എന്റെ പ്രാണിയാണ്, ഞാൻ നിന്റെ ശരീരവും. ഒരു വേദനയോ ഒരു തുള്ളി കണ്ണീരോ ഞാൻ ആരിൽ നിന്നും കാക്ഷിക്കുന്നില്ല. നീ എന്നെ പ്രകീർത്തിച്ചത്, എന്നെ സ്നേഹിച്ചത്, പ്രണയിച്ചത്, ആ നീ എന്റെ സംഗീതമാണ്. എന്റെ ഹൃദയത്തിന്റെ തരളിതമായ വാഗചാർത്തിൽ നീ നിസ്സീമമാണ്. നീ എന്റേതാണ്, ഞാൻ നിന്റെ. ഈ പ്രണയമുരളിക ഞാൻ നിനക്ക് തരാം. ഈ മുരളിക ഊതിയാൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ആയിരം നാവുള്ള അനന്തനാണ് ആദിശേഷൻ, നാഗകുലത്തിന്റെ നാഗരാജാവ്. 1000 ഭണങ്ങളിൽ 1000 ജ്ഞാനവും 1000 നാവുകളിൽ 1000 ധ്യാനവുമായി നാം നിന്റെ ഭൂമിയിൽ പള്ളി കൊള്ളുന്നു. ജനനവും വംശവും, മഹാവിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്ന് പ്രജാപതികളും ഉണ്ടായി. ആ പ്രജാപതിയാണ് നാം. ഈ പാതാളത്തിൽ എല്ലാ ലോകങ്ങളെയും ഒരു കിരീടം പോലെ നാം താങ്ങി നിർത്തുന്നു. നാം ഈ നാഗലോകത്തിന്റെ പ്രജാപതിയാണ്. നിന്നെ തേടിയെത്തിയവൻ എന്റെ ജീവനും ശ്വാസവുമാണ്. അവനെ നീ അനുസരിക്കുക, അനുഗമിക്കുക. ആ കൃഷ്ണപക്ഷത്തിൽ നീ അലിഞ്ഞു ചേരുക. വേഗം. നാണമില്ലേ നിനക്ക് ഈ മായാവിദ്യകൾ എന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ? അത്തരം കൺകെട്ടുകൾ കാണിച്ച് നീ വിഭ്രാന്തിയിൽ അകപ്പെടുത്തി എന്നെ അപഹരിച്ചു കൊണ്ടുപോകാമെന്ന് കരുതിയോ? നീ വരും, നിനക്ക് വരാതെ കഴിയില്ല. അതിരുകളില്ലാത്ത ഈ ഭൂമി പാതാളത്ത് നീ എവിടെ ഒളിച്ചാലും നിന്നെ ഞാൻ കൊണ്ടുപോകും. പുനർദത്ത, ഈ ലോകത്തിന്റെ മഹാശക്തിയെക്കാളും പവിത്രമായ വിശ്വാസങ്ങളെക്കാളും അപ്പുറം ഞാൻ പൂജിക്കുന്നത് എന്റെ ഗുരുമുഖത്തെയാണ്. ആദ്യമായി നാവിൽ അക്ഷരവേദം കുറിച്ച് ചുണ്ടുകളിൽ ഓംകാരത്തിന്റെ പൊരുൾ മന്ത്രിച്ചു തന്ന ആ ഗുരുചരണങ്ങളെ ഞാൻ നമിക്കുന്നു. ആ ഗുരുഹൃദയത്തിനേറ്റ മുറിവാണ് നീ. നീ ഇല്ലാതെ ആ മുറി ഉണങ്ങില്ല. അതുകൊണ്ട് നീ ആ മുറി ഉണക്കണം. ആ വൃദ്ധ തേങ്ങലുകളെ നീ സാന്ത്വനിപ്പിക്കണം. നീ ഇല്ലാതെ ഒരിക്കലും ഞാൻ ഇനി ഭൂമിയിലേക്കില്ല. നീ വാശി പിടിക്കരുത്. നിന്റെ വാശി മരണത്തിലേ അവസാനിക്കൂ. ഞാൻ ഇന്നലെ വരെ ദൈവതുല്യമായി സ്നേഹിച്ചവരെ മറികടന്ന് അവരുടെ നെഞ്ചിൽ ചവിട്ടി നിന്റെ കൂടെ വരണമെന്നോ? എത്ര അപരാധമാണ് നീ സംസാരിക്കുന്നത്? എന്റെ മുന്നിൽ നിന്ന് വഴി മാറാൻ. നാളെ യുദ്ധമാണ്, ഞാനും നീയും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ബലാബലം പോരാടിയാൽ ആര് ജയിക്കും? നീയോ ഞാനോ? യുദ്ധം എന്നത് കൗശലമാണ്. ആ കൗശലം എനിക്കറിയാം. നാളെ നിരായുധനായിട്ടാണ് ഞാൻ നിന്റെ മുന്നിൽ വരുന്നത്. അത് നിന്റെ കൗശലം. എന്നാൽ ഞാൻ അഭ്യസിച്ച ധനുർവിദ്യയുടെ മഹാശക്തി ഞാൻ അവിടെ പ്രയോഗിക്കും. പുനർദത്ത, നീ പഠിച്ച ധനുർവേദവും 64 കലകളും ഞാനും സ്വായത്തമാക്കിയവനാണ്. എന്നാൽ നാളെ നീ പ്രയോഗിക്കുന്നതിനെ തടുക്കുക മാത്രമാണ് എന്റെ ലക്ഷ്യം. എന്നാൽ നിന്റെ ഗളത്തിലെ നീല ഞരമ്പുകളിലാണ് എന്റെ ലാക്ക്. കൊല്ലാനും മരിക്കാനും ഞാൻ ഉറച്ചു കഴിഞ്ഞു. നല്ലത്. നീ ഓരോ അസ്ത്രങ്ങളും എന്റെ നേരെ തൊടുത്തു വിടുമ്പോൾ നീ ഓർക്കണം നിന്റെ അച്ഛൻ ഗുരുവിന്. സ്വന്തം കൈക്കുമ്പിളിൽ നിന്നെ വാരിയെടുത്ത് പുത്രവാത്സല്യത്താൽ അമർത്തി ചുംബിച്ച് നിന്റെ ചെവിയിൽ ഓതിത്തന്ന വേദശാസ്ത്ര ആയോധന കലകൾ, അത് നീ ഓർത്തെടുത്ത് എന്റെ നെഞ്ചിൽ പ്രയോഗിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഓർക്കണം, നിന്റെ അച്ഛന് വേണ്ടിയാണ് ഞാൻ വന്നത്. നിന്നെ ഒരു നോക്ക് കാണാൻ കൊതിക്കുന്ന നിന്റെ അച്ഛന് വേണ്ടി മാത്രം. അതോർത്തു വേണം ആദ്യത്തെ അസ്ത്രം നീ എന്റെ നേർക്ക് കൊടുക്കാൻ. ഏയ്, എന്റെ പൂർവകാല ചരിതങ്ങൾ വിളമ്പി നീ എന്നെ അധീരനാക്കാൻ നോക്കണ്ട. നീ പറയുന്ന ഒരു വേദാന്തവും എന്റെ മനസ്സിനെ മതിക്കില്ല. ഒന്നും നീ മനസ്സിലാക്കണം, ഒരു വർഗം, ഒരു വംശം നീ മൂലം നശിക്കാൻ പോവുകയാണ്.
അത് ഞാൻ സമ്മതിക്കില്ല. നീ എന്റെ കൂടെ വന്നാൽ ഈ സംഘർഷം ഒഴിവാക്കാം. എന്നെ ഉയിരോടെ കീഴ്പ്പെടുത്തി നിനക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. എങ്കിൽ ഈ സന്ധി സംഭാഷണം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നിന്റെ വാശിയും വൈരാഗ്യവും വിജയിക്കട്ടെ. നാളെ യുദ്ധഭൂമിയിൽ ഒരുങ്ങുന്ന അങ്കത്തട്ടിൽ വെച്ച് നമുക്ക് കാണാം. കാണാം വീരയോദ്ധാവേ. ഈ യുദ്ധം നിനക്ക് വിജയം സമ്മാനിക്കുന്നുവെങ്കിൽ അവിടെ ചിറകറ്റു വീഴുന്ന ഒരു പക്ഷിയെ പോലെ എന്റെ ലാലികയുണ്ടാവും. അവളുടെ കഴുത്തിൽ നീ മിന്നുകെട്ടുമെങ്കിൽ ഒന്നോർക്കണം, 18 വർഷം ഹൃദയത്തോട് ചേർത്ത് പ്രണയം പങ്കുവച്ച എന്റെ പ്രണയിനിയാണവൾ. എന്റെ പ്രിയപ്പെട്ടവൻ, നീ ഒരു മനുഷ്യനാണെങ്കിൽ, മാനുഷിക മൂല്യമുള്ളവനാണെങ്കിൽ അവളെ മിന്നു ചാർത്തുന്നതിന് പകരം കഴുത്തറക്കണം നീ അവളെ. നാഗകുലത്തിന്റെ ആചാരങ്ങൾ പരിപാലിക്കപ്പെടണം, നിയമസംഹിതകൾ സംരക്ഷിക്കപ്പെടണം. ഭൂമിയിൽ നിന്ന് ഒരുവൻ ഇവിടെ നടക്കേണ്ടിയിരുന്ന വിവാഹമംഗളം തടഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്ത നിലയ്ക്ക് രാജ്യത്തിന്റെ പരമാധികാരം തീർപ്പ് കൽപ്പിച്ചു. കടന്നു വന്നവനും ലാരികയെ വിവാഹം ചെയ്യാൻ ഒരുങ്ങിയ പുനർദത്തനുമായി 40-ാം നാൾ അംഗം കുറിക്കണമെന്ന്. ഈ അംഗത്തട്ടിൽ ആരെ കൊല്ലുന്നുവോ അവനായിരിക്കും ഇനി ലാരികയ്ക്ക് വരനും നാഗവംശത്തിന്റെ ചക്രവർത്തിയും. യുദ്ധം ആരംഭിക്കാം. എവിടെ അവൻ? 40-ാം നാൾ ഈ അംഗത്തട്ടിൽ കാണാമെന്ന് പോര് കുറിച്ച ആ കാലി ചെറുക്കൻ എവിടെ? ഞാൻ ആയുധം കൊണ്ട് നിന്നെ നേരിടില്ല. കാരണം ധർമ്മമാണ് എനിക്ക് പ്രധാനം. നിരപരാധിയായ നിന്നെ കൊല്ലാൻ എന്റെ മനസ്സിന്റെ ആവനാഴിയിൽ ഞാൻ ഒരായുധവും കരുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം, അല്ലേ? അതെ, തുടങ്ങാം. ആയുധമില്ലാത്തവനോട് അടരാടരുതെന്നാണ് യുദ്ധ നിയമം. എന്നാൽ ഈ യുദ്ധത്തിന് എനിക്ക് നിന്നെ കൊന്നേ പറ്റൂ. തലനാരിഴയുടെ അറ്റം 10,000 കീറിയാൽ എത്ര വലിപ്പം വരുമോ ആ വലിപ്പമേ ഇതിന്റെ ജീവനുള്ളൂ. അതുകൊണ്ട് ആ ജീവൻ എനിക്ക് പരമപ്രധാനമാണ്. ഒളിച്ചു കളിക്കാതെ നീ എന്റെ ആയുധത്തെ നേരിട്. സാധ്യമല്ല. അസാധ്യങ്ങളായ യുദ്ധപാടവങ്ങൾ കൊണ്ട് തനിക്ക് താനായി അവൻ അഭംഗുരം നിൽക്കുകയാണ്. എന്റെ എല്ലാ ആയോധന വിദ്യകളെയും അവൻ ഭേദിച്ചു മുന്നേറുന്നു. നിർണായകമായ യുദ്ധമുറകൾ സ്വീകരിച്ചാൽ പുനർദത്തൻ മരിക്കും. കൊല്ലാനല്ലല്ലോ എന്റെ നിയോഗം. അതുകൊണ്ട് എന്താ നീ ആലോചിക്കുന്നത്? പുതിയ യുദ്ധശാസ്ത്രങ്ങൾ പ്രയോഗിക്കാനായിരിക്കും. നീ ചിന്തിക്കുന്നതിന് മുമ്പ്, നീ തൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ അകതാരിൽ കുറിക്കും അതിനെ ഖണ്ഡിക്കാനുള്ള പുതിയ തന്ത്രം. കൃഷ്ണ, തോറ്റു പിന്തിരിയാതെ യുദ്ധമുറകളുമായി മുന്നോട്ട് വരിക. നിന്റെ അന്ത്യം സമാഗതമായിരിക്കുന്നു. ഇനി നോക്കി നിൽക്കാനാവില്ല. ശത്രുവിന്റെ നെഞ്ചിൽ തറച്ച മുള്ളുകൊണ്ട് തന്നെ കുത്തിയെടുക്കണം. ഇതാ ഞാൻ എന്റെ മാറു പിളർക്കാൻ പോകുന്നു. കാണുന്നുണ്ടോ നീ ഈ 14 ലോകങ്ങളും? കാണുന്നുണ്ട്. ആ 14 ലോകങ്ങളിൽ എവിടെയെങ്കിലും നീ നിന്റെ പിതാവായ സാന്ദീപനിയെ കാണുന്നുണ്ടോ? ഉണ്ട്. അവിടെ ആ കടൽ തീരത്ത്. നീ എവിടെയാണ്? നീ എവിടെയാണ്? പുനർദത്ത! ഒരു വന്യവയോധികന്റെ തോരാത്ത കണ്ണീരാണ്. ഹൃദയവ്യഥയോടെ നിന്നെ കാത്ത് കടൽ തീരത്ത് നിന്ന് അലറിക്കരയുന്നത് നിന്റെ വൃദ്ധ പിതാവാണത്, സാന്ദീപനി. ആ കണ്ണീര് തുടയ്ക്കാൻ ഞാൻ നിന്നെ കൊണ്ടുപോകും. എന്റെ മാറ് പിളർന്ന് നിന്നെ മാറിൽ ഒളിപ്പിച്ച്
എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞാൻ മഗധയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നു, നിന്റെ അച്ഛന്റെ അടുത്തേക്ക്. എവിടെ പുനർദത്തൻ? ഈ നാഗലോകത്തിന്റെ പ്രിയപുത്രനെ നീ എവിടെ ഒളിപ്പിച്ചിരിക്കുകയാണ്? പറ, പറയാൻ. ഒന്ന് തിന്നോ, അവന്റെ ശരീരമെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചതാ. എവിടെ പുനർദത്തൻ? ദുഷ്ട, ജീവന്റെ ജീവനായി സ്നേഹിച്ച എന്റെ പ്രാണനെ ഇല്ലാതാക്കിയ നീ ഈ നാഗലോകം വിട്ട് പുറത്തു പോവില്ല. ഈ വൈവസ്വപുരിയുടെ സ്വപ്നങ്ങൾ ചുട്ടുകരിച്ച നീ ഇനി ജീവിച്ചിരുന്നുകൂടാ. ഈ സൂര്യനഗരിയിൽ അന്ധകാരം സൃഷ്ടിച്ച് ആ ഇരുളിൽ നീ അവനെ അരുംകൊല ചെയ്ത് കടലിലെറിഞ്ഞു. ദ്രോഹി, നിനക്ക് ഈ മാപ്പില്ല. ഈ നാഗലോകം മുഴുവൻ നിന്നെ ദംശിക്കാൻ പോവുകയാണ്. ഹേ നാഗകന്യകളെ, നാഗലോകമേ, ഇവനെ, ഈ വർഗശത്രുവിനെ കൊല്ലാൻ വിഷധൂളികൾ കൊണ്ട് മരണം വിതയ്ക്കാൻ തയ്യാറെടുക്ക്. എവിടെ എന്റെ കുഞ്ഞ്? എന്റെ പുനർദത്തൻ എവിടെ? നീ തരാമെന്ന് വെച്ച ആ ഭിക്ഷ എവിടെയെന്നാ ചോദിച്ചത്. എന്റെ സൃഷ്ടിയും സ്ഥിതിയും അങ്ങേക്കറിയാം. എന്റെ നിലപാടുകളുടെ വ്യാഖ്യാനവും എന്റെ ഗുരുവിനറിയാം. ഞാൻ നിത്യനിരാമയൻ, ആപത് ബാന്ധവൻ, ലോക ജനതയുടെ കണ്ണീരൊപ്പാനാണ് എന്റെ ജന്മം. നിന്റെ വേദാന്തം കേൾക്കാനല്ല എനിക്കിഷ്ടം. മറന്നുപോയ എന്റെ പ്രിയഭാജനത്തിന്റെ മുഖമൊന്ന് കാണാൻ കൊതിച്ച ഞാൻ ഇവിടെ നിൽക്കുന്നത്. വേർപെട്ടുപോയ ആ മഹാവാത്സല്യത്തെ നെഞ്ചോടമർത്തി ഒന്ന് പുൽകാനാ ഞാനിവിടെ കാത്തു നിന്നത്. എവിടെ അവൻ? എവിടെ അവൻ? എന്റെ പ്രാണൻ എവിടെയെന്നാ ചോദിച്ചത്. ശാന്തനാകൂ പ്രഭു. ഇല്ല, ശാന്തനാകില്ല. വീണ്ടും വീണ്ടും എന്നെ പരീക്ഷിക്കുകയും എന്റെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന നിന്നെ ഇനി ഞാൻ വെറുതെ വിടില്ല. എന്റെ ക്ഷമയ്ക്ക് പരിധിയുണ്ട്. എന്റെ മകനില്ലാതെ കടന്നു വന്ന നിന്നെ ഹൃദയം നൊന്ന് ഞാൻ വീണ്ടും ശപിക്കുന്നു. ഒരച്ഛന്റെ ഹൃദയം തകർന്ന ശാപം, മനസ്സ് നൊന്ന കുരിശാപം സ്വീകരിക്കാൻ നീ ഒരുങ്ങിക്കോ. പുനർദത്ത, അച്ഛാ, അച്ഛാ, മഹാഗുരുശ്രേഷ്ഠ, ആ നെഞ്ചിൽ അലിഞ്ഞു ചേർന്ന ആ മഹാപുണ്യം എന്റെ ഗുരുഭിക്ഷയാണ്. പുനർദത്തന്റെ സാന്നിധ്യം ഈ ഗ്രാമം അറിഞ്ഞിരിക്കുന്നു. പുത്രവാത്സല്യത്തിന്റെ സന്തോഷാശ്രുക്കൾ വീണ് ഈ ഗ്രാമം നനഞ്ഞു കുതിർന്നു. ചെടികളിൽ പൂക്കൾ വിരിഞ്ഞു. വസന്തം വീണ്ടും വന്ന് കൂടണയുന്നത് പോലെ ഈ വസന്തങ്ങളിൽ ക്രൗഞ്ചമിഥുനങ്ങളുടെ വസന്തഗാനം പാടാൻ ഞാൻ ആശികയെയും ലാരികയെയും ഈ ഗ്രാമ മലർവാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലാരിക, ഇതാ നിന്റെ പുനർദത്തൻ. ആശിക, നീ എന്റെ പ്രണയ സങ്കല്പങ്ങളിലെ ഒരുപാട് ഗോപികമാരിൽ ഒരാൾ മാത്രം. നീ എന്റെ സ്വപ്നങ്ങളുടെ പ്രണയസാഗരങ്ങളിൽ ഒരു നിഴലായി, നിലാവായി, വേണുഗാനമായി എന്നും എന്നിൽ പരിലസിക്കും.